Hi there, welcome to It for Learning. This is Likesh here. So we're moving on to the another session of webinar today. As we all know, we'll be dealing with the language studies as well as ELT. So നമുക്കറിയാം, it's a pretty busy day for every Indian here, and everybody's watching cricket, World Cup final and all that. But still, we have to do our work. അപ്പോൾ നമ്മൾ സമയം കളയാതെ നേരിട്ട് ഇങ്ങോട്ടേക്ക് പോവുകയാണ്. ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്ന ഒരു ശാഖ ഉണ്ടായി വരുന്നത് ഭാഷ നിലവിൽ വരുന്നതോട് കൂടിയാണ്, ആസ് വി ഓൾ നോ. ആൻഡ് ഈ ഭാഷ എങ്ങനെ ഉണ്ടായി എന്നുള്ളതിനെ പറ്റി പലതരത്തിലുള്ള തിയറീസ് ഒക്കെ തന്നെയും ഡെവലപ്ഡ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ പല തിയറീസിനും അതിൻ്റെതായിട്ടുള്ള യു കുഡ് സേ അഡ്വാൻറ്റേജസ് ആൻഡ് ചിലതൊക്കെയും നമുക്ക് വേണമെങ്കിൽ ശരിയാണെന്ന് തോന്നാം, ചിലത് അങ്ങനെയല്ല. സോ സം ഓഫ് ദ തിയറീസ് ഹാവ് ബീൻ ലിസ്റ്റഡ് ഹിയർ. ഇഫ് യു ലുക്ക് അറ്റ് ദാറ്റ്, എങ്ങനെ ഭാഷ ഉണ്ടായിട്ടുണ്ടാവാം എന്ന് പറയുന്നത്. സയൻസ് ഇത്രയധികം ഡെവലപ്ഡ് അല്ലാത്ത കാലത്ത് ഉണ്ടായി വന്നിട്ടുള്ള കുറെ തിയറീസ് ഒക്കെ തന്നെ നമുക്ക് ഇവിടെ അതിൻ്റെ അകത്ത് കാണാവുന്നതാണ്. സോ ടവർ ഓഫ് ബാബൽ തിയറി. ബാബൽ എന്ന് പറയുന്ന ഒരു ബിബ്ലിക്കൽ ആയിട്ടുള്ള പ്ലേസ് കൂടിയാണ്, ഹിസ്റ്റോറിക്കലായിരുന്നു, പുരാതന ബാബിലോണിയ എന്നൊക്കെ പറയുന്ന. ആൻഡ് ഇവിടുന്ന് അതായത് ബൈബിളിൽ പറയുന്ന കഥ പ്രകാരം കുറെ ആളുകൾ അന്നോളം ഒരേ തരത്തിലുള്ള ഭാഷ സംസാരിച്ചിരുന്ന ആളുകൾ, they just decided to act against God, and they thought that they could overcome God if they acted together. അപ്പൊ അങ്ങനെ അവർ വലിയൊരു ടവർ ഉണ്ടാക്കിയെടുക്കുന്നു, ആൻഡ് ദാറ്റ് ടവർ വാസ് ലീഡിങ് ടു ദ ഹെവൻസ്, ആൻഡ് ദ ഗോഡ് ഡിഡ് നോട്ട് ലൈക്ക് ഇറ്റ്. ദ ഗോഡ് ബൈബിളിൽ പറയുന്ന പ്രകാരം അവരെ ചിതറിച്ച് കളഞ്ഞു, ഛിന്ന ഭിന്നമാക്കി കളഞ്ഞു എന്നൊക്കെയാണ്. അതിനെ ഫിസിക്കലായിട്ടുള്ള ഒരു അർത്ഥത്തിലല്ല എടുക്കുന്നത്. ഇൻസ്റ്റെഡ് the people who were speaking the same language were scattered, and interestingly, ഇവരുടെ ഓരോരുത്തരുടെയും ഭാഷ പിന്നീട് പലതായി മാറുകയും, അപ്പോൾ അന്നോളം ഒരേ ഭാഷ സംസാരിച്ചിരുന്ന ആളുകൾ പിറ്റേ ദിവസം മുതൽ ഒറ്റയടിക്ക് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഭാഷയിലേക്ക് അവർ കാര്യങ്ങളെ കൈകാര്യം ചെയ്തു തുടങ്ങി എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു തിയറിയാണ് ഇതിന്റെ ഒരു പ്രിമിറ്റീവ് തിയറി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. Another one is proto-world theory. Okay, അതായത് ഇവിടെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പ്രോട്ടോ ഇൻഡോ യൂറോപ്യൻ എന്ന് പറയുന്നൊരു സ്റ്റഡിയൊക്കെ നമുക്ക് വരാനുണ്ട് ഇതിൻ്റെ അകത്തേക്ക്. അപ്പോൾ അതുമായിട്ട് സമാനമായിട്ടുള്ള പ്രോട്ടോ വേൾഡ് തിയറിയാണ്. അതായത് there was a time when everything was together, everything existed harmoniously. അപ്പം അത് പല ശാഖകളും ഉപശാഖകളും ഒക്കെ ആയിട്ട് കണ്ടിന്യൂ ചെയ്തു പോകുന്ന ഒന്ന് എന്നുള്ള തരത്തിൽ പ്രോട്ടോ വേൾഡ് തിയറിക്ക് നമുക്ക് വേണമെങ്കിൽ പറയാവുന്നതാണ്. ഇവല്യൂഷണറി തിയറി, മനുഷ്യൻ ഇവോൾവ് ചെയ്യുന്നു, ആൻഡ് monkeys as well as the human beings had a same ancestor എന്ന് പറയുന്നതാണ് ഇവല്യൂഷന്റെ ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മനുഷ്യൻ പല കാലങ്ങളിൽ ആയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള, പല കാലങ്ങളിലായിട്ട് ഇവോൾവ് ചെയ്ത് വന്നിട്ടുള്ള ഒന്നാണ് എന്നാണ് സയൻസിന്റെ അഭിപ്രായം. സോ അവിടെ ഇപ്പൊ നിയാൻഡർതാലോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഹോമോസേപ്പിയൻസ് എന്നാണ് നമ്മുടെ ഒരു ശാസ്ത്രനാമം, റൈറ്റ്? അപ്പോൾ ആ അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയത് പലതരത്തിൽ പല കാലങ്ങളിലൂടെ സഞ്ചരിച്ചിട്ടാണ്. സോ ജസ്റ്റ് ലൈക്ക് ദാറ്റ് ലാംഗ്വേജ് ഓൾസോ ഇവോൾവ്ഡ് through such a longer journey. പിന്നെ ബവോ തിയറി പോലുള്ള ഗോട്ട്ഫ്രീഡ് ഹേർഡർ പറയുന്ന തിയറി ഒക്കെ പോലുള്ള, അതായത് നിങ്ങളുടെ വളരെ നമ്മൾ എന്താ പറയാ പിന്നെ അനിമൽ സൗണ്ട് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതുമായിട്ട് സമാനമായിട്ട് നിങ്ങളുടെ ഒരു ആവശ്യങ്ങൾ പിന്നീട് മുന്നോട്ട് പോവുകയും വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷന് പകരം ഇറ്റ് ബിക്കെയിം എ ബെറ്റർ വൺ. പിന്നെ പൂപ്പൂ തിയറിയാണ്, ആൻഡ് ഓണോമോട്ടോപിക് എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന, അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു വാക്ക് എന്താണോ പറയുന്നത് ആ വാക്കിന് സമാനമായിട്ടുള്ള അർത്ഥം ആ വാക്ക് കേട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവുന്ന തരത്തിലുള്ള വാക്കുകളാണ്. സോ ദാറ്റ് ഈസ് അനദർ വൺ. ആൻഡ് ഡിങ് ഡോങ് തിയറി വരുന്നുണ്ട്, ആൻഡ് ഹി ഹോ തിയറി പോലുള്ള മറ്റൊന്ന്. മ്യൂസിക്കൽ തിയറി മറ്റൊന്ന് പറയുന്നതാണ്. കാരണം മനുഷ്യൻ സംസാരിച്ച് തുടങ്ങുന്നതിന് മുൻപേ സംഗീതം ഉണ്ടായിരുന്നു, അപ്പൊ അതുകൊണ്ട് തന്നെ പ്രോബബിളി ലാംഗ്വേജ് ഡെവലപ്ഡ് ഫ്രം മ്യൂസിക് എന്നൊക്കെ പറയുന്ന തിയറികൾ പലതരത്തിൽ സുലഭമാണ്. So we will move on to the next one here. ഇനി ഒരു ഭാഷ പഠിക്കാൻ ഏതൊക്കെ തരത്തിലുള്ള അപ്രോച്ചസ് ഉണ്ടാവാം? റൈറ്റ്, പലതരത്തിലുള്ള അപ്രോച്ചസ് ഉണ്ട്. ആൻഡ് ഓൾസോ ഏൻഷ്യൻ ടൈംസിൽ തന്നെ ഭാഷ പൂർണ്ണമായിട്ട് സെറ്റ് ആയിരുന്നു എന്നുള്ളതാണ് സത്യം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് പല കാലങ്ങളിൽ പല ഏൻഷ്യൻ സിവിലൈസേഷനെ കുറിച്ച് നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, റൈറ്റ്? സുമേറിയൻസ് വാസ് ദെയർ, ചൈനീസ് സിവിലൈസേഷൻസ് വാസ് ദെയർ, ആൻഡ് ഈജിപ്ഷ്യൻ വാസ് ദെയർ, ആൻഡ് അതുപോലെ തന്നെ പിന്നീട്
എന്താ പറയുക, ഗ്രീക്ക്, റോമൻ പോലെയുള്ള സിവിലൈസേഷൻസ് ഒക്കെ തന്നെ. അതായത് ഒരു വലിയൊരു കിങ്ഡം സ്ഥാപിക്കുകയും ആ കിങ്ഡത്തിന് കുറേ കാലം ഒരു സസ്റ്റനൻസ് ഉണ്ടാവുകയും ചെയ്തിട്ടുള്ള അവസ്ഥയൊക്കെ അവിടെ ഉണ്ടായിരുന്നു. സോ ദാറ്റ് their language was already an established idea or even an ideology. അപ്പോൾ ബാബിലോണിയൻ ട്രഡീഷനിൽ തന്നെ, അതായത് സുമേറിയൻ ടെക്സ്റ്റുകൾ പിന്നീട് ഈജിപ്റ്റ് കുറച്ചുകൂടി ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള കിങ്ഡം ആയിട്ട് മാറുകയും, അപ്പോൾ അതുകൊണ്ട് അക്കാഡിയനിലേക്കൊക്കെ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടെക്സ്റ്റുകൾ അവൈലബിൾ ആയിരുന്നു. സോ ദാറ്റ് യു ഹാഡ് ടു ബേസിക്കലി ലീഗൽ ആയിട്ടുള്ള അതുപോലെ തന്നെ റിലീജിയസ് ആയിട്ടുള്ള ടെക്സ്റ്റുകളൊക്കെ തന്നെ ഈ കാലയളവിൽ ഒരുപാട് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. സോ വി ആർ ടോക്കിംഗ് അബൌട്ട് ഹൗ ലിംഗ്വിസ്റ്റിക്സ് വാസ് ദെയർ ആസ് എ primitive ancient kind of a study. പിന്നെ ഉള്ളത് നമ്മുടെ ഹിന്ദു ട്രഡീഷൻ, അല്ലെങ്കിൽ ആ ഒരു കാലത്ത് ഏറ്റവും കുറച്ചും കൂടി എസ്റ്റാബ്ലിഷ്ഡ് എന്ന് വിളിക്കാൻ പറ്റുന്ന ഭാഷകളിൽ അതിനൊരു ഒരു എന്താ പറയുക, എഴുത്ത് രീതി കൂടി ആർജിച്ചെടുത്തിട്ടുള്ള ഒരു ഭാഷ എന്ന് പറയുന്നത് സാൻസ്ക്രിറ്റ് ആയിരുന്നു. സോ ഇറ്റ് ഓൾസോ ഹാഡ് ഇറ്റ്സ് ഏൻഷ്യന്റ് ഗ്രമേറിയൻസ് ആൻഡ് ഓൾ ദാറ്റ്. പാണിനിയുടെ അഷ്ടാധ്യായി ഒക്കെ തന്നെ ഈ ഒരു പീരീഡിലാണ് വരുന്നത്. ഓക്കെ, അതായത് സാൻസ്ക്രിറ്റ് ഇറ്റ് വാസ് ഓൾറെഡി വെരി വെൽ എസ്റ്റാബ്ലിഷ്ഡ് ലാംഗ്വേജ്. അതിൻ്റെതായിട്ടുള്ള സാഹിത്യവും ഭാഷയും ഭാഷ പഠിക്കേണ്ട രീതികളും അത് ചൊല്ലേണ്ട രീതികളും ഒക്കെ തന്നെയും കൃത്യമായിട്ട് എസ്റ്റാബ്ലിഷ്ഡ് ആയിരുന്നു. സോ അതല്ലാതെയുള്ള മറ്റ് വളരെയധികം എന്താ പറയുക വെർനാക്കുലർ എന്ന് വിളിക്കാൻ പറ്റുന്ന ഭാഷകൾ അവിടെ ഉണ്ടായിരുന്നു. ബട്ട് ഇറ്റ് ഡിഡ് നോട്ട് റീച്ച് ടു എ പെർട്ടിക്കുലർ ലെവൽ ആഫ്റ്റർ ദാറ്റ്. പിന്നെ ഗ്രീക്ക് ലിംഗ്വിസ്റ്റിക്സ് ആണ്. ആൻഡ് ബേസിക്കലി ഹോമറുടെ എപ്പിക്സ്, ഇലീഡ്, ഒഡീസി പോലുള്ള എപ്പിക്സിനെ ഡിഫൈൻ ചെയ്തെടുക്കാനായിട്ട്, അതിനെ ഇന്റർപ്രറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായി വന്നിട്ടുള്ള ലിംഗ്വിസ്റ്റിക്സ് ആണ് ഗ്രീക്ക് ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ആൻഡ് റോമൻ ട്രഡീഷൻ, ഇത് രണ്ടും സമാനമാണെന്ന് പറയാൻ പറ്റില്ല, പക്ഷേ കുറച്ചും കൂടി ഒരേ സ്വഭാവം കാണിക്കുന്ന ഭാഷകളും ഒരേ സ്വഭാവം കാണിക്കുന്ന മെത്തോളജിയും ഒക്കെ തന്നെയും ഗ്രീക്കിനും റോമനും ഉണ്ട്. സോ വാരോ എന്ന് പറയുന്ന ഒരു ലിംഗ്വിസ്റ്റ് അവിടെ ഉണ്ടായിരുന്നു ഡ്യൂറിങ് ദിസ് 127-111 BC. And also Donatus, Priscan പോലുള്ള ലിംഗ്വിസ്റ്റ് were also available there. പിന്നെ അറബിക് ആൻഡ് ഹീബ്രു ആണ്, ആൻഡ് സെമിറ്റിക് ലാംഗ്വേജസ് ആണെന്നുള്ളത് നമുക്കറിയാം. സോ അബു അൽ അസ്വദ് അദ്വലി എന്ന് പറയുന്ന ഒരു അറബിക് ലിംഗ്വിസ്റ്റ് ഈ ഒരു കാലത്ത് ജീവിച്ചിട്ടുണ്ടായിരുന്നു ഡ്യൂറിങ് 7th century. നെക്സ്റ്റ് സാദ്യ ബിൻ ജോസഫ് അൽ ഫയൂമി എന്ന് പറയുന്ന ഒരു ഹീബ്രു ഗ്രമേറിയൻ വാസ് ഓൾസോ ദെയർ. സോ ഹി വാസ് ദ സെയിം പേഴ്സൺ ഹു കോൺട്രിബ്യൂട്ടഡ് എ ഡിക്ഷണറി ടു ദ ലാംഗ്വേജ് ഫോർ ദ ഫസ്റ്റ് ടൈം. അത് അറബിക് ലാംഗ്വേജിന്റെ ഒരു ഗ്രാമർ ഒക്കെ ഉണ്ടായി വന്നതിന് ശേഷമാണ് ഇതിന് ഉണ്ടാവുന്നത് എന്നുള്ളതാണ്. അതായത് ഗ്രാമറിന്റെ കാര്യമാണ്, ഭാഷ അതിനു മുമ്പേ ഉണ്ട്. സോ ഡോണ്ട് ഗെറ്റ് കൺഫ്യൂസ്ഡ്. ഓക്കെ, ഇനി ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്നത് പല തരത്തിലുള്ള അതിന്റെ ശാഖകളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന അതിന് ഒരുപാട് ഉപശാഖകളുണ്ട്. അതിലൊന്നാണ് സെമിയോട്ടിക്സ് എന്ന് പറയുന്നത്. സെമിയോട്ടിക്സ് ഡീൽ ചെയ്യുന്നത് സിംബൽസുമായിട്ടാണ്. ഓക്കെ, സിംബൽസ് എന്ന് പറയുമ്പോൾ if you look at that, symbols deal with a lot of things, right? അപ്പോ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ നമ്മൾ നടന്നു പോകുന്ന സമയത്ത് ഒരു പാലത്തിന്റെ സൈഡിൽ എത്തുമ്പോൾ അവിടെ ഒരു എന്താ പറയുക ഒരു ഡേഞ്ചർ സിമ്പിൾ അവിടെ ഉണ്ടെങ്കിൽ അതിന് ഒരു പെർട്ടിക്കുലർ മീനിങ് അത് കൺവേ ചെയ്യുന്നുണ്ട്, റൈറ്റ്? അല്ലെങ്കിൽ നിങ്ങൾ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ഒരു 3 ലൈറ്റുകൾ അവിടെ തെളിഞ്ഞു നിൽക്കുന്നുണ്ട്, റൈറ്റ്? അപ്പോൾ അത് റെഡ് ആണെങ്കിൽ അതിനൊരു മീനിങ് ഉണ്ട്, അത് ഗ്രീൻ ആണെങ്കിൽ ഇറ്റ് ഹാസ് അനദർ മീനിങ്, ആൻഡ് അത് യെല്ലോ ആണെങ്കിൽ ഇറ്റ് ഓൾസോ സജസ്റ്റ് അനദർ മീനിങ്. സോ ഇതൊക്കെയും സിമ്പിൾസ് ആണ്, സിംബോളിക് ആണ്. നിങ്ങളൊരു കാര്യത്തെ പ്ലെയിൻ അല്ലാത്ത ഏതോ ഒരു കാര്യത്തെ നിങ്ങൾ റെഫർ ചെയ്ത് വെക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആൻഡ് ഫെർഡിനാൻഡ് സെഷൂർ എന്ന് പറയുന്ന വളരെ വിഖ്യാതനായിട്ടുള്ള സ്വിസ് ലിംഗ്വിസ്റ്റിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കോൺട്രിബ്യൂഷനാണ് ശരിക്കും പിന്നീട് വന്നിട്ടുള്ള ലിംഗ്വിസ്റ്റിക്സിന്റെ അടിത്തറ പാകുന്നത്, എസ്പെഷ്യലി ഇംഗ്ലീഷ് ലിംഗ്വിസ്റ്റിക്സ് അല്ലെങ്കിൽ ഒരു വെസ്റ്റേൺ ലിംഗ്വിസ്റ്റിന്റെ സ്വഭാവം തന്നെ ഇദ്ദേഹം. ഇത് ഫ്രഞ്ചിൽ എഴുതപ്പെട്ടിട്ടുള്ള വർക്കാണ്, കോഴ്സ് ഇൻ ജനറൽ ലിംഗ്വിസ്റ്റിക്സ് 1916. ആക്ച്വലി സൊഷൂറിന്റെ സ്റ്റുഡൻസ് ആണ് പിന്നീട് അതൊരു പുസ്തക രൂപത്തിലേക്ക് തന്നെ കൺവേർട്ട് ചെയ്യുന്നത്. ഇറ്റ് വാസ് ആക്ച്വലി ലെക്ചർ നോട്ട്സ്. ഓക്കെ, അപ്പൊ സൊഷൂറിനെ സംബന്ധിച്ചിടത്തോളം മീനിങ് എന്ന് പറയുന്നത് സയൻസിലൂടെയാണ് പ്രകടിപ്പിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. സോ സയൻസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് സിഗ്നിഫയർ ആൻഡ് സിഗ്നിഫൈഡ്. അപ്പൊ സിഗ്നിഫയർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിഗ്നിഫയർ എന്ന് പറയുന്നത് whenever you say something, അത് ഒന്നൊരു ഗ്രാഫിക്കൽ ആയിട്ടുള്ള ഒരു എക്സ്പ്രഷൻ ഉണ്ടാവുന്നത് സിഗ്നിഫൈഡ് ആണ്. നിങ്ങളൊരു വാക്കിനെ കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു മെന്റൽ പിക്ചർ ഉണ്ടാവും, റൈറ്റ്? സോ ദാറ്റ് ഇസ് എ സിഗ്നിഫൈഡ്. അപ്പൊ ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഒരു സൈൻ എന്ന് പറയുന്ന നിങ്ങൾ ഇതിന്റെ ഒരു കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു മീനിങ് ഉണ്ടാക്കി എടുക്കുന്നത്. ഇനി ഇതുപോലെ തന്നെ മറ്റൊരു ഐഡിയ ആണ് ഇദ്ദേഹത്തിൻ്റെത്, ആർബിട്രറിനെസ് എന്ന് പറയുന്നത്. ഭാഷയിൽ ഉണ്ടാവുന്ന അർത്ഥം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഭാഷ എന്ന് പറയുന്നത്
ആർബിട്രറി ആണ്. അതല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വാക്ക് പോലും ഇംഗ്ലീഷിലോ ഏതെങ്കിലും ഭാഷകളിലാവട്ടെ അതിനെന്ത് ചെയ്യില്ല, വാക്ക് കൃത്യമായിട്ട് ആ ഒരു അർത്ഥത്തെ ദ്യോതിപ്പിക്കുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ അത് ആ വാക്കിനെ ധ്വനിപ്പിക്കുന്നില്ല. ഇപ്പോ റോഡ് എന്ന് പറയുന്ന ഒരു വാക്ക് എടുക്കും. റോഡ് എന്ന് പറയുന്ന വാക്കിനെ പാത, നടപ്പാത, വഴി എന്നൊക്കെ പറയുന്ന അർത്ഥം നമ്മൾ പിന്നീട് ട്രഡീഷനോ അല്ലെങ്കിൽ കൺവെൻഷനോ മൂലം ഉണ്ടായി വരുന്ന ഒന്നാണ്. സോ ഇറ്റ് ഡസൻ ഹാവ് എനി ലോജിക്കൽ കണക്ഷൻ വിത്ത് ദ മീനിങ് ഇറ്റ് പ്രൊഡ്യൂസസ്. അപ്പൊ അതാണ് ഇദ്ദേഹത്തിന്റെ ഏറ്റവും എന്താ പറയുക ഒരു ബേസിക് ആയിട്ടുള്ള ഐഡിയ. പിന്നെ നമ്മൾ ഈ ഡയക്രോണിക്, സിങ്ക്രോണിക് എന്നൊക്കെ പറയുന്ന പാറ്റേൺസ് ഉണ്ട്. നിങ്ങൾ ഭാഷ പഠിക്കുന്ന രീതികൾ നമ്മൾ അതിലേക്ക് വരുന്നുണ്ട്. ബ്രാഞ്ചസ് ഓഫ് ലിംഗ്വിസ്റ്റിക്സ്. ഓക്കെ, തിയററ്റിക്കൽ ലിംഗ്വിസ്റ്റിക്സ് അവിടെ വരാം. അതായത് നിങ്ങൾ അതിനൊരു എന്താ പറയുക ഒരു തിയററ്റിക്കൽ ആയിട്ട്, അതായത് ഭാഷ പഠിക്കേണ്ട രീതികൾ കൃത്യമായിട്ട് ഫോർമുലേറ്റ് ചെയ്യുന്നു. സൈക്കോ ലിംഗ്വിസ്റ്റിക്സ്, ഭാഷ ഒരു എന്താ പറയുക വെറുതെ അങ്ങ് ഡെവലപ്ഡ് ആവുന്ന ഒരു പ്രോസസ് അല്ല. ഭാഷയിലുള്ള കുറെ തരത്തിൽ അതിന് സൈക്കോളജിക്കലി, മാനസികമായിട്ടൊക്കെ തന്നെയും അതിൻ്റെ ഒരു ഫങ്ഷനിങ് അവിടെ നടക്കുന്നുണ്ട്. ഭാഷയിലുള്ള പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ നമുക്ക് കുറച്ചുകൂടി അഫേസ് ചെയ്യപ്പോഴുള്ള കാര്യങ്ങൾ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് പറയാനുണ്ട്. പിന്നുള്ളത് ആന്ത്രപ്പോളജിക്കൽ ലിംഗ്വിസ്റ്റിക്സ് ആണ്. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാഷ വെറുതെ അങ്ങ് ഉണ്ടായി വന്നിട്ടുള്ളതല്ലല്ലോ. അപ്പൊ മനുഷ്യൻ നരവംശ ശാസ്ത്രമായിട്ട് അതിന് ഒരുപാട് ബന്ധമുണ്ട്. സോ പീപ്പിൾ ഡെവലപ്ഡ് ലാംഗ്വേജ് ബിക്കോസ് ദേ ഹാഡ് ഡിഫറെന്റ് റിക്വയർമെന്റ്സ് റിഗാർഡിങ് ദാറ്റ്. അപ്പോൾ ഇപ്പൊ പലതരത്തിലുള്ള വാക്കുകൾ ഉണ്ടായി വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു വെക്കാബുലറി വെച്ചിട്ട് അതിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ്, അല്ലെങ്കിൽ പുതിയ അർത്ഥങ്ങൾ ഉണ്ടാവുന്നു എന്ന് പറയുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് ഹൗ ലാംഗ്വേജ് ഡെവലപ്സ്. ലാംഗ്വേജ് എല്ലാ കാലത്തും ഡൈനമിക് ആയിട്ടുള്ള ഒന്നാണ്. പിന്നീട് സോഷ്യൽ ലിംഗ്വിസ്റ്റിക്സ് ആണ്. സമൂഹത്തിൽ മനുഷ്യൻ ഇടപെടുന്ന രീതി വെച്ചിട്ടുള്ള ഭാഷയ്ക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആവാം. ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ഇംഗ്ലീഷ്. അപ്പൊ ഇനി നമ്മുടെ സ്പെസിഫിക് ഐഡിയയിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞാൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ ഇംഗ്ലീഷിൽ ഉണ്ടായിട്ടുണ്ട്. ഓൾഡ് ഇംഗ്ലീഷ് എന്നൊക്കെ നമ്മൾ പറയുന്ന ആംഗ്ലോ സാക്സൺ എന്ന് പറയുന്ന ആ ഒരു പീരീഡിൽ നോക്കുമ്പോൾ ഇംഗ്ലീഷിലുള്ള ഇറഗുലർ വേർബ്സ് ഒക്കെ ഒരുപാടുണ്ടല്ലോ അല്ലെ. ഇപ്പൊ നമ്മൾ ഗോ, വെന്റ്, ഗോൺ എന്നൊക്കെ പറയുന്നത് ഇറഗുലർ വേർബ്സ് ആണ്. അതിനൊരു പാറ്റേൺ ഇല്ല. നേരെ മറിച്ച് റെഗുലർ വേർബ്സ് ഇംഗ്ലീഷിൽ മറ്റൊരുപാടുണ്ട്. ഇപ്പോ ലെറ്റ്സ് സേ യുനോ പ്ലേഡ് എന്ന് പറയുന്നത് റെഗുലർ ആണ്. അതിനൊരു കൃത്യമായിട്ടുള്ള സെറ്റ് പാറ്റേൺ. സോ ഈ പീരീഡിൽ എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറഗുലർ വേർബ്സ് എന്ന് പറയുന്നത് കുറേ ഉണ്ടായിരുന്നു. സോ ലേറ്റർ ചേഞ്ചസ് ഇൻ സ്പെല്ലിംഗ് ഓൾസോ ഹാപ്പൻ ദെയർ. ചിലപ്പോൾ അക്ഷരങ്ങളൊക്കെ തന്നെ മാറ്റം ഉണ്ടാവാറുണ്ട്, ഉച്ചരിക്കുന്ന രീതികളിൽ മാറ്റം ഉണ്ടാവുന്നു, ചില സൗണ്ട്സ് തന്നെ വീണ്ടും ഉണ്ടാവുന്നു, ചിലത് ഇല്ലാതാവുന്നു. സോ a lot of changes happened. Okay, so during this era English was purely a spoken language. അതിൽ പറയേണ്ട കാര്യമൊന്നുമില്ല. ഭാഷ ഒരു റിട്ടൺ ഫോർമാറ്റിലേക്ക് വരുന്ന കാലം മാത്രമാണ്. സോ ദാറ്റ് ഇറ്റ് റിക്വയർഡ് മച്ച് സ്ട്രഗിൾ. പിന്നീട് മിഡിൽ ഇംഗ്ലീഷ് പീരീഡിലേക്ക് വരുന്നു. ഒരു നോർമൻ കോൺക്വസ്റ്റ് ഒക്കെ കഴിഞ്ഞ് പിന്നീട് അങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നുണ്ട്? ഇറ്റ് ചേഞ്ച് ഡ്രാസ്റ്റിക്കലി ആൻഡ് ഇംഗ്ലീഷ് കെയിം ടു ബി ഇൻഫ്ലുവൻസ്ഡ് ബൈ ഫ്രഞ്ച്. പിന്നെ ഒരു നോർമൻ സ്വഭാവം കുറച്ചും കൂടി കാണിക്കുന്നു. കുറെ വാക്കുകൾ ഫ്രഞ്ചുമായിട്ട് താരതമ്യപ്പെടുത്തി അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഇൻഫ്ലുവൻസസ് ഉള്ള വാക്കുകൾ ഒരുപാട് ഭാഷയിലേക്ക് കടന്നു വരുന്നു. ഏർലി മോഡേൺ ഇംഗ്ലീഷ്. അപ്പൊ ഇവിടെ വവൽ ഷിഫ്റ്റ് ഉണ്ടാവുന്നുണ്ട്, ഉച്ചാരണത്തിലുള്ള മാറ്റങ്ങൾ ഇവിടെ സംഭവിക്കുന്നുണ്ട്. സോ വി സീ ദീസ് ചേഞ്ചസ് മാനിഫെസ്റ്റിംഗ് ഇൻ ദ ക്രിയേഷൻ ഓഫ് ഡിഫ്തോങ്സ്. എന്തായിരുന്നു ഡിഫ്തോങ്സ് എന്ന് പറയുന്നത്? അതായത് ഇംഗ്ലീഷിൽ 44 സൗണ്ട്സ് ഉണ്ട്. ഈ 44 സൗണ്ട്സിന്റെ കോമ്പിനേഷൻ ആണ് ഓരോ വാക്കിന്റെ ഉച്ചാരണം. അപ്പൊ ഈ 44 സൗണ്ട്സിനെ നമ്മൾ മൂന്നായിട്ടാണ് തിരിക്കുക. വി ഹാവ് ദ വവൽസ്, വി ഹാവ് ദ ഡിഫ്തോങ്സ് ആൻഡ് വി ഹാവ് ദ കോൺസണൻസ്. ഇപ്പൊ വവൽ എന്ന് പറയുന്നത് നമ്മളുടെ മലയാളത്തിലൊക്കെ നമ്മൾ പറയുന്ന സ്വരാക്ഷരങ്ങൾ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് വിളിക്കാവുന്ന ടൈപ്പ് സൗണ്ട്സ് ആണ്. ചില സമയത്ത് രണ്ട് വവലിന്റെ സൗണ്ട് കൂടിയിട്ട് ഒരു പുതിയ സൗണ്ട് ഉണ്ടാവാം. അതിനെയാണ് ഡിഫ്തോങ് എന്ന് വിളിക്കുക. സോ ദർ ആർ 8 ഡിഫ്തോങ്സ് ഇൻ ഇംഗ്ലീഷ്. 12 വവലുണ്ട്, പിന്നെ ഒരു 24 കോൺസണൻസും. സോ ലിറ്റററി കൾച്ചറിന് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുന്നു. ഓറൽ ലിറ്ററേച്ചറിൽ നിന്നും പ്രിന്റ് കൾച്ചറിലേക്ക് ഇറ്റ് ചേഞ്ചസ്. ഇനി ലിംഗ്വിസ്റ്റിക്സിന്റെ കുറച്ചും കൂടി ഒരു സ്ട്രക്ചറൽ അനാലിസിസ് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിന് കുറെ സബ് കാറ്റഗറീസ് വരും. ഇപ്പൊ മോർഫോളജി എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രൈമറി കാറ്റഗറി. മോർഫോളജി എന്താ സംഭവിക്കുന്നത്? ആ ഭാഷയിലുള്ള ഒരു ഇന്റേണൽ സ്ട്രക്ചറിൽ കുറെ നിങ്ങളൊരു വാക്ക് വെച്ചിട്ട് എങ്ങനെയാണ് എന്താ പറയാ അതിന്റെ ഒരു സ്ട്രക്ചർ കണ്ടുപിടിക്കുന്നത് എന്നുള്ളതാണ് മോർഫോളജി ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഹിയർ നമ്മൾ ഡീൽ ചെയ്യുന്ന മോർഫീംസ് ആണ്, അല്ലെങ്കിൽ മീനിങ് ഉള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള യൂണിറ്റിനാണ് മോർഫീംസ് എന്ന് വിളിക്കുക. മോർഫീംസ് പലതരത്തിലുണ്ട്.
സോ ഫ്രീ മോർഫീംസ് പേര് പോലെ തന്നെ എന്താണ്, അതിന് സ്വന്തമായിട്ട് നിൽക്കാൻ പറ്റും, അതിന് വേറെ ആരുടെയും സപ്പോർട്ടൊന്നും വേണ്ട. സോ ഇറ്റ്സ് എ സിമ്പിൾ വേർഡ് കൺസിസ്റ്റിംഗ് ഓഫ് വൺ മോർഫീം. ഇപ്പൊ ഫ്രീ പോലെ തന്നെ there is something that is opposite to it, ബൗണ്ട് മോർഫീം അവിടെയാണ് വരുന്നത്. സോ ഇറ്റ് മസ്റ്റ് ബി അറ്റാച്ച്ഡ് ടു അനദർ മോർഫീം ടു റിസീവ് മീനിങ്. പിന്നീട് നമുക്ക് എന്താ പറയുക, വാക്കുകളുടെ ഒരു സ്വഭാവം മാറുന്നത് അല്ലെങ്കിൽ മോർഫോളജിക്കൽ ചേഞ്ചസ് ഉണ്ടാവുന്നത് ഇവിടെയാണ്. അഫിക്സസ് ഉണ്ടാവാം ചില വാക്കുകളുടെ കൂടെ. ഇപ്പൊ നിങ്ങൾ എന്താ പറയാ, ഇപ്പോൾ ഹോപ്പ് എന്ന് പറയുന്ന ഒരു വാക്ക് എടുക്കും. ഓക്കെ, അപ്പൊ അതിന്റെ കൂടെ ഫുൾ എന്ന് പറയുന്ന ഒരു വാക്ക് എടുക്കുമ്പോൾ, ഹോപ്പ് നൗൺ ആണെങ്കിൽ ഫുൾ എന്ന് പറയുന്ന വാക്ക് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, അതിന് അഡ്ജക്റ്റീവിന്റെ ഒരു സ്വഭാവത്തിലേക്ക് അത് കൊണ്ടുവരുന്നുണ്ട്. സോ ദാറ്റ് ഈസ് എ മോർഫോളജിക്കൽ ചേഞ്ച്. സോ അഫിക്സസ് രണ്ട് തരത്തിലാവാം, സഫിക്സ് ഉണ്ടാവാം അല്ലെങ്കിൽ പ്രിഫിക്സ് ഉണ്ടാവാം. നിങ്ങൾ മുന്നെയോ അവസാനമോ ആണോ ചേർക്കുന്നത് എന്നുള്ളതനുസരിച്ചാണ് അതിന് മാറ്റം ഉണ്ടാവുന്നത്. ആൻഡ് പിന്നീടുള്ള ഒരു മോർഫോളജിക്കൽ ചേഞ്ച് ഇന്റേണൽ ചേഞ്ചസ് ആണ്. അപ്പോൾ ഇറഗുലർ ഇംഗ്ലീഷ് നൗൺ പ്ലൂറൽസ് വേർബിന്റെ പാസ്റ്റ് ടെൻസ് ഒക്കെയും ഈ തരത്തിലാണ് മാറ്റം ഉണ്ടാവുന്നത്. ഇപ്പോൾ മൗസ് എന്ന് പറയുന്നതിന്റെ പ്ലൂറൽ എന്താണ്, മൈസ് ആണ് അല്ലെ, ഗൂസ് ഗീസ് ആയിട്ട് മാറുന്നു. ഇതൊക്കെ തന്നെയും ഇന്റേണലി നടക്കുന്ന ചേഞ്ചസ് ആണ്. ആൻഡ് യു നോ ദാറ്റ് ഇതൊരു ഇറഗുലർ ഇംഗ്ലീഷ് പാറ്റേൺ ആണ്. സപ്ലീഷൻ ആണ് പിന്നീടുള്ള ഒരു മോർഫോളജിക്കൽ ചേഞ്ച്. അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് റീപ്ലേസസ് അനദർ മോർഫീം കംപ്ലീറ്റ്ലി. ഓൾറൈറ്റ്, അപ്പോൾ റെഗുലർ പാറ്റേണിൽ ഇപ്പോൾ ഗോ എന്ന് പറയുന്നത് പാസ്റ്റിലേക്ക് പോകുമ്പോൾ എന്താവും, വെന്റ് ആയിട്ട് മാറും. റൈറ്റ്, സോ ഇതൊരു മോർഫോളജിക്കൽ ചേഞ്ച് ആണ്. അനദർ വൺ ഈസ് റീഡ്യൂപ്ലിക്കേഷൻ. നിങ്ങൾ ഒരു വാക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് അതിന്റെ കൂടെ ഉപയോഗിക്കുന്നു. ഇപ്പോൾ ഇംഗ്ലീഷിൽ എന്താ പറയുക, നില്ലി നാലി എന്നൊക്കെ പറയുന്ന കോൺസെപ്റ്റ്സ് ഒക്കെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ആൻഡ് യൂഷ്വലി ഒരു വാക്ക് നിങ്ങൾ അതേ വാക്ക് തന്നെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യണമെന്നില്ല, ബട്ട് സമാനമായിട്ടുള്ള വാക്കുകൾ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നു. സോ മോസ്റ്റ് പ്രോബ്ലി ദേ വുഡ് റൈം ടുഗെദർ. നൗ സൗണ്ട് പ്രൊഡക്ഷൻ എന്ന് പറയുന്നതാണ് പിന്നീട്, അത് ഫൊണറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. രണ്ട് തരത്തിലുള്ള സൗണ്ട്സ് ഇവിടെ ഉണ്ട്. വോയിസ്ഡ് ആവാം, വോയിസ്ലെസ് ആവാം. ഇംഗ്ലീഷിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ there are 44 sounds, right? ആൻഡ് വോയിസ്ഡ് സൗണ്ട്സ് എന്ന് പറയുന്നത് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് വോക്കൽ വൈബ്രേഷൻസ് കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നു, യു കുഡ് ഫീൽ ഇറ്റ്, റൈറ്റ്? ഇപ്പോൾ ബ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു വൈബ്രേഷൻ ഉണ്ട്. എന്താണ് വൈബ്രേറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവിടെ വോക്കൽ കോഡ്സ് ആണ് വൈബ്രേറ്റ് ചെയ്യുന്നത്. സോറി, ഒരു വോക്കൽ ബോക്സ് എന്നൊക്കെ നമുക്ക് വിളിക്കാൻ പറ്റുന്ന ലാരിങ്സ് കൂടി ഉള്ളത് കൊണ്ടാണ്. സോ ലാരിങ്സിൽ ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത് കൊണ്ടാണ് ചില സമയത്ത് നമുക്ക് നമ്മുടെ ഒരു വോയിസ് വളരെയധികം ക്രോക്കി ഒക്കെ ആയിട്ട് ഫീൽ ചെയ്യുന്നത്. ആൻഡ് ഡ, വ്, മ് ഇവിടെയൊക്കെ നിങ്ങൾ ഒന്ന് തൊണ്ടയിൽ ഒന്ന് വിരലൊക്കെ വെച്ചിട്ട് വേണമെങ്കിൽ ഒന്ന് സംസാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, യു കുഡ് ഫീൽ ദ വൈബ്രേഷൻ. ഓക്കെ, ഇനി വോയിസ്ലെസ് ആകുമ്പോഴോ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ വൈബ്രേഷൻസ് അവിടെ ഉണ്ടാവില്ല. ദേ ആർ പ്രൊഡ്യൂസ്ഡ് വിത്ത് നോ വോക്കൽ ഫോൾഡ് വൈബ്രേഷൻ. അപ്പോൾ സ്, ട്, ഫ്, ഫ് കുറച്ചും കൂടി കമ്പാരബിളി നേരത്തെ പറഞ്ഞ വെച്ച് നോക്കുമ്പോൾ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഫീലാണ് നമുക്ക് ആ സൗണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നത്. അപ്പോൾ വോക്കൽ ട്രാക്ട് എന്ന് പറയുന്നത് മേഡ് അപ്പ് ഓഫ് ഡിഫറെന്റ് സെക്ഷൻസ് വിച്ച് പ്ലേ എ പിവറ്റൽ റോൾ ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് സ്പീച്ച്. അപ്പോൾ ഈ പറയുന്ന സെക്ഷൻസിനെ, വോക്കൽ ട്രാക്ടിലുള്ള സെക്ഷൻസിനെ നമ്മൾ വിളിക്കുന്നത് ആർട്ടിക്കുലേറ്റേഴ്സ് എന്നാണ്. രണ്ട് തരത്തിലുള്ള ആർട്ടിക്കുലേറ്റേഴ്സ് ഉണ്ടാവുക. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് ആക്റ്റീവ് ആർട്ടിക്കുലേറ്റർ, മറ്റൊന്ന് പാസീവ് ആണ്. സോ ദി ആർട്ടിക്കുലേറ്റർ ദാറ്റ് മൂവ്സ് ടുവേർഡ്സ് അനദർ ആർട്ടിക്കുലേറ്റർ. അപ്പോൾ രണ്ട് ആർട്ടിക്കുലേറ്റർ അവിടെ ഉണ്ട്. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ആർട്ടിക്കുലേറ്റർ മറ്റൊരു ആർട്ടിക്കുലേറ്ററിന്റെ ദിശയിലേക്ക് മൂവ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു, അതിന് നമ്മൾ ആക്റ്റീവ് ആർട്ടിക്കുലേറ്റർ എന്ന് വിളിക്കുന്നു. സോ ഈ മൂവ് ചെയ്യപ്പെടുന്ന ആർട്ടിക്കുലേറ്ററിനെ പാസീവ് എന്ന് വിളിക്കും. ഇനി പലതരത്തിലുള്ള സൗണ്ട് ആർട്ടിക്കുലേഷൻസ് നമുക്ക് ഉണ്ടാവാം. ദാറ്റ് ഈസ് പ്ലേസ് ഓഫ് ആർട്ടിക്കുലേഷൻസ് നമ്മൾ ഇവിടെയാണ് പറയുന്നത്. കോൺസണൻസിന്റെ സൗണ്ട്സിനെ പല രീതിയിൽ, ഇപ്പൊ ബൈലേബിയൽ, ലേബിയൽ ലിപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. ഇപ്പൊ രണ്ട് ലിപ്പ് ഇൻവോൾവ് ചെയ്യുമ്പോൾ അതിനെ നമുക്ക് ബൈലേബിയൽ എന്ന് വിളിക്കാം. ഇപ്പൊ പ് എന്ന് പറയുന്നത് രണ്ട് ലിപ്പ് ഇൻവോൾവ് ചെയ്യാണ്ട് നമുക്ക് ഉച്ചരിക്കാൻ പറ്റില്ല. ബ് എന്ന് പറയുന്നത്, മ് എന്ന് പറയുന്നത് ഇതൊക്കെയും ബൈലേബിയൽ സൗണ്ട്സ് ആണ്. ലേബിയോ ഡെന്റൽ എന്ന് പറയുന്നത്, അപ്പൊ ഡെന്റൽ കൂടെ ഉണ്ട് അല്ലെ. ലേബിയോ എന്ന് പറയുമ്പോൾ ലിപ്പാണ്, ഡെന്റൽ എന്ന് പറയുന്നത് ടീത്ത് ആണ്. സോ അതിൻ്റെ അത് ലിപ്പും ഇൻവോൾവ് ആയിരിക്കും, ടൂത്തും ഇൻവോൾവ് ആയിരിക്കും. എക്സാക്ട്ലി. സോ ദേ ഇൻവോൾവ് ലോവർ ലിപ്പ് ആൻഡ് അപ്പർ ടീത്ത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഫ് എന്ന് പറയുമ്പോൾ ഒന്ന് പ്രൊനൗൺസ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ദേ ഇൻക്ലൂഡ് ബോത്ത് യുവർ ലിപ്സ് ആസ് വെൽ ആസ് യുവർ ടീത്ത്. പിന്നെ ഡെന്റൽ സൗണ്ട്സ്. ഡെന്റൽ സൗണ്ട്സ് പല്ലുകൊണ്ട് മാത്രം സംഭവിക്കുന്ന ഒരു സൗണ്ട് ആണെന്നുള്ള തരത്തിൽ എടുക്കരുത്. ബട്ട് ടങ് ടിപ്പ് അവിടെ ഇൻവോൾവ് ആണ്.
ഓൾസോ ആക്റ്റീവ് ആർട്ടിക്കുലേറ്റഡ് ആയിട്ട് ടങ് ടിപ്പ് ആണ് വർക്ക് ചെയ്യുന്നത്. ബട്ട് ഇറ്റ് മേക്സ് കോണ്ടാക്ട് വിത്ത് വാട്ട് അപ്പർ ടീത്ത്. അപ്പോൾ ഒരു ചെറിയൊരു കൺസ്ട്രക്ഷൻ, എയർ ചെറുതായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് അവിടെ കൺസ്ട്രക്റ്റഡ് ആവുന്നുണ്ട്. ആൻഡ് ത് പോലെയുള്ള സൗണ്ട്സ് ഡെന്റൽ സൗണ്ട്സ് ആണ്. ഇനി ആൽവിയോലാർ എന്ന് പറയും. അപ്പോൾ നാവിന്റെ ഒരു ഫ്രണ്ട് പോർഷനും ആൽവിയോളാർ റിഡ്ജും ഏകദേശം ഒരു എന്താ പറയാ പുറകിൽ നിന്നൊക്കെ വരുന്ന ഒരു സൗണ്ടാണ് ട് ഡ ന എന്നൊക്കെ പറയുന്ന സൗണ്ട്സ്. ഇഫ് യു ലുക്ക് അറ്റ് ദാറ്റ്, ഓൾമോസ്റ്റ് മിഡിൽ ഓഫ് ദ മൗത്ത് എന്ന് പറയുന്ന ഒരു പൊസിഷനിൽ നിന്നാണ് ഇത് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ഇനി പോസ്റ്റ് ആൽവിയോളാർ, ഇത് കഴിഞ്ഞിട്ട് കുറച്ച് അപ്പുറത്തുള്ള ഒരു പൊസിഷനിൽ നിന്നാണ്. ഓക്കെ, സോ ദ ബ്ലേഡ് ഓഫ് ദ ടങ് കംസ് ഇൻ ടു കോണ്ടാക്ട് വിത്ത് ദ പോസ്റ്റ് ആൽവിയോളാർ. ആൻഡ് ഇപ്പോൾ ഷ് ഴ് എന്നൊക്കെ പറയുന്ന സൗണ്ട്സ് ബ്ലേഡ് എവിടെ ടച്ച് ചെയ്യുന്നുണ്ട്? നിങ്ങളുടെ മൗത്തിന്റെ പോസ്റ്റ് ആൽവിയോളാർ റീജിയനിൽ ടച്ച് ചെയ്യും. നൗ പലേറ്റൽ, പാലറ്റ് എന്ന് പറയുന്ന സ്പേസ് ഉണ്ട്. സോ ദ ടങ് ബോഡി റൈറ്റ് എന്ത് ചെയ്യുന്നു? ആക്ച്വലി ദ റൂഫ് ഓഫ് ദ മൗത്ത്, ഹാർഡ് പാലറ്റിലേക്ക് മൗത്തിന്റെ മുകളിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇറ്റ് ഈസ് ആക്ച്വലി റൈസ് ടുവേർഡ്സ് അത് റൈറ്റ്. ആൻഡ് ഇപ്പൊ നമ്മൾ യ് എന്ന് പറയുന്ന സൗണ്ട്, അപ്പൊ അത് ഒന്ന് പ്രൊഡ്യൂസ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ഇറ്റ് റൈസസ് ടുവേർഡ്സ് റൂഫ് ഓഫ് ദ മൗത്ത്. ഇനി വീലാർ സൗണ്ട് ആണ്. വീലാർ സൗണ്ടിന്റെ പ്രത്യേകത എന്താ? നേരത്തെ നമ്മൾ ഇത് റൈസ് ചെയ്തതാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? പക്ഷെ ഇവിടെ നിന്ന് സംഭവിക്കുന്നുണ്ട്, വിത്ത് ദ ടങ് റൈസസ് ടുവേർഡ്സ് ദ സോഫ്റ്റ് പാലറ്റ്. ഒന്ന് ഹാർഡ് പാലറ്റിലേക്കാണ്, ഇത് സോഫ്റ്റ് പാലറ്റിലേക്കാണ്. അപ്പൊ വീലാർ ഖ് ഗ ങ് പോലുള്ള സൗണ്ട്സ് വീലാറാണ്. ഇനി പ്ലേസ് മാത്രമല്ല, ഇത്രയും നേരം നമ്മൾ പറഞ്ഞിട്ടുള്ളത് ആർട്ടിക്കുലേറ്റേഴ്സ് എവിടെ പ്ലേസ് ചെയ്യപ്പെടുന്നു? മൗത്തിൽ. ഓക്കെ, ഇനി മാനർ ആണ്. ചില സമയത്ത് ഏത് തരത്തിൽ എന്താ പറയാ വോയിസ് റെസ്ട്രിക്ട് ചെയ്യുന്നു, ഏത് തരത്തിൽ നമ്മളുടെ ഒരു എയർ റെസ്ട്രിക്ട് ചെയ്യപ്പെടുന്നു, ഇതൊക്കെ ആവാം. സ്റ്റോപ്പ് ആർട്ടിക്കുലേഷൻസ് എന്ന് പറയുന്നത് എന്താ? സൗണ്ട്സ് ദാറ്റ് ഇൻവോൾവ് എ കംപ്ലീറ്റ് ക്ലോഷർ ഇൻ ദ വോക്കൽ ട്രാക്ട്. നിങ്ങളുടെ വോക്കൽ ട്രാക്റ്റിലുള്ള ആ ഒരു എന്താ പറയാ എയർ റെസ്ട്രിക്ട് ചെയ്യുന്നത് കംപ്ലീറ്റ് ആയിട്ടാണ്. സോ closure is formed when two articulators come together to prevent air escaping between them. അപ്പോൾ ഇത് രണ്ട് തരത്തിലാവാം. പ്ലോസീവ്സ് ആവാം. പ്ലോസീവ്സ് ആണ് ഇതൊക്കെ തന്നെ. പ് ബ് ട് ഡ ഖ് ഗ പോലുള്ള സൗണ്ട്സ്. കംപ്ലീറ്റ് ക്ലോഷർ ഉണ്ട്. ആൻഡ് വീലം ഈസ് റേസ്ഡ് ഡ്യൂറിങ് എ പ്ലോസീവ് സൗണ്ട്. ഇനി നെയ്സൽസ് ആവാം. പേര് പോലെ തന്നെ അതിൻ്റെ അകത്ത് നെയ്സൽ ടോൺസും കൂടി ഇൻവോൾവ് ആണ്. മ് എന്ന് പറയുമ്പോൾ നമ്മുടെ അകത്ത് മൂക്ക് കൂടി അല്ലെങ്കിൽ മൂക്കിന്റെ ഒരു എന്താ പറയാ അനുനാസിക ശബ്ദം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് റൈറ്റ്. അപ്പോ ങ് പോലെയുള്ള സൗണ്ട്സ് ഒക്കെ തന്നെ നെയ്സൽ ടോൺസ് ആണ്. ഇനി ഫ്രിക്കറ്റീവ്സ് ആണ്. ഫ്രിക്കറ്റീവ്സിന്റെ പ്രത്യേകത എന്താ? സൗണ്ട്സ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ നാരോയിങ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ആക്റ്റീവ് ആൻഡ് പാസീവ് ആർട്ടിക്കുലേറ്റേഴ്സ്. അപ്പൊ അവിടെ എയർ എസ്കേപ്പ് ചെയ്യുന്നുണ്ട്, പക്ഷേ എയർ എസ്കേപ്പ് ചെയ്യുന്നത് വളരെ നാരോ ആയിട്ടുള്ള ഒരു സ്പേസിലൂടെയാണ് എന്നുള്ളതാണ്. അപ്പൊ ഫ്രിക്കറ്റീവ്സ് ഏതൊക്കെയാണ്? ഫ് വ് ഥ ദ സ് സ ഷ് ഴ്. ഈ സൗണ്ട്സ് ഒക്കെയും ഫ്രിക്കറ്റീവ്സ് ആണ്. അപ്രോക്സിമൻസ് ഉണ്ട്. അഗെയിൻ രണ്ട് ആർട്ടിക്കുലേറ്റേഴ്സ് ഇവിടെ നാരോ ചെയ്യുന്നുണ്ട്. സോ യു ഹാവ് വ് യ് ഴ് ല് പോലുള്ള സൗണ്ട്സും അപ്രോക്സിമൻസ് ആണ്. ഇനി അലോമോവ്സ് ആണ്. റൈറ്റ്, അതായത് മോർഫീമിൽ ചില സമയത്ത് എന്ത് ചെയ്യാം, അതിൽ ഒരേ സൗണ്ടിൽ ചെറുതായിട്ട് നമുക്ക് കോണ്ടെക്സ്റ്റിനനുസരിച്ച് മാറ്റം ഉണ്ടാവാം. ഇപ്പോൾ ഒരു നമ്മൾ പൊതുവെ പറയപ്പെടുന്ന ഒരു അലോമോർഫ് എന്ന് പറയുന്നത് ഹ് എന്ന് പറയുന്ന ആസ്പിരേറ്റഡ് സൗണ്ട്സ് ആണ്. ഓക്കെ, അതായത് പൊതുവെ നമ്മൾ ഉപയോഗിക്കുന്ന സൗണ്ട്സിൽ നോർമലായിട്ട് പ് എന്ന് പറഞ്ഞാൽ മതി റൈറ്റ്. അപ്പോൾ പവർഫുൾ എന്നാണ് നമ്മുടെ ഒരു മലയാളി ഉച്ചാരണം റൈറ്റ്. പക്ഷേ ഇത് ഒരു നേറ്റീവ് സ്പീക്കർ പവർഫുൾ എന്നാണ് പറയുക. അപ്പൊ അവിടെ ഒരു എക്സ്ട്രാ പുഷ് ഓഫ് എയർ ഉണ്ട് റൈറ്റ്. ആ പറയുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു പെർട്ടിക്കുലർ സൗണ്ടിന് ഉണ്ടാവുന്ന ചേഞ്ചസ് ആണ് എന്ത് ചെയ്യുന്നത് ഇവിടെ അലോമോർഫായിട്ട് അവിടെ ഒരു മോർഫോളജിക്കൽ ചേഞ്ച് ആണ് സംഭവിക്കുന്നത്. സോ വേർഡ്സ് ഇവിടെ ഇനി അലോമോർഫായിട്ട് സംഭവിക്കുന്ന മാറ്റങ്ങളിൽ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഹോമോണിംസ് അതിൻ്റെ അകത്ത് ഒരു കാറ്റഗറിയാണ്. ചില സമയത്ത് എന്ത് ചെയ്യാം, വേർഡ്സിന്റെ ഡിഫറെന്റ് മീനിങ്സ് ഉണ്ടാവാം, പക്ഷെ സ്പെല്ലിങ് സിമിലർ ആവും, പ്രൊനൗൺസിയേഷനും സിമിലർ ആവും. ഇപ്പൊ ബാങ്ക് എന്ന് പറയുന്ന വാക്ക് സ്പെല്ലിങ് സിമിലർ ആണ് അല്ലേ, പക്ഷേ പ്രൊനൗൺസിയേഷനോ ഓക്കെ സിമിലർ.
പക്ഷെ ഇത് നൗണും വെർബായിട്ട് ഉപയോഗിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഒന്നുകിൽ ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് മാറും, അതർവൈസ് ഇറ്റ് ബിക്കംസ് വാട്ട്, ഈ പറയുന്ന പുഴയുടെ ഒക്കെ തീരില്ലേ, ആ തരത്തിലുള്ള ഒരു ബാങ്കും കൂടിയായിട്ട് മാറുന്നുണ്ട്. ഇനി അത് വെർബായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? നിങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് പറയുന്ന മീനിങ്ങിലേക്ക് അത് എത്തും. ഇനി ഹോമോഫോൺസ് ഒരേ തരത്തിൽ സൗണ്ട് ചെയ്യുന്നതാണ്. ഫോൺ എന്ന് പറയുന്നത് സൗണ്ട് ആണ് ഇംഗ്ലീഷിൽ. അപ്പോൾ സെയിം പ്രൊനൗൺസിയേഷൻ, ഡിഫറെന്റ് സ്പെല്ലിംഗ്, ഓൾ മീനിങ്സ്. ഓക്കെ. ഇനി ഹോമോഗ്രാഫ്സ് ഗ്രാഫിക്കൽ ആണ് അല്ലേ? അപ്പോൾ എഴുതുന്ന തരത്തിൽ. സോ സ്പെല്ലിംഗ് സിമിലർ ആണ്, പക്ഷേ ഡിഫറെന്റ് മീനിങ്സ് ആൻഡ് ഒറിജിൻസ്. അപ്പോൾ പലതരത്തിലുള്ള മോർഫീംസ് നമ്മളൊന്ന് നോക്കിയിട്ട് പോവാം. പോർട്ട്മാൻറ്റോ മോർഫീം, രണ്ട് വേർഡ്സ് നിങ്ങൾ കമ്പൈൻ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? ഒരു പുതിയ സംഭവം ഉണ്ടാക്കിയെടുക്കുന്നു. അപ്പോൾ ബ്രഞ്ച് എന്ന് പറയുന്നത് ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും കൂടിയിട്ടുള്ളതാണ്. സോ ദാറ്റ് ഈസ് എ പോർട്ട്മാൻറ്റോ മോർഫീം. സപ്ലിറ്റീവ് എന്ന് പറയുന്നത് ഇത് എന്താ പറയുക, വേർഡ് ഫോർമേഷന്റെ കൂടെ ഭാഗമാണ്. സപ്ലിറ്റീവിന്റെ പ്രത്യേകത എന്താ? ഇൻഫ്ലക്റ്റഡ് ഫോം ഓഫ് എ വേർഡ് വിത്ത് എ ടോട്ടലി ഡിഫറെന്റ് സ്റ്റെം. അപ്പൊ ഗോ എന്ന് പറയുന്നതിന്റെ ഇൻഫ്ലക്ഷൻ ആണ് ശരിക്കും വെന്റ് എന്ന് പറയുന്നത്. ഓൾറൈറ്റ്. പക്ഷെ അവിടെ ഒരു പ്രത്യേകിച്ച് ഒരു കണക്ഷൻ ഒന്നും വരുന്നില്ല, ഒരു റെഗുലർ പാറ്റേൺ ഒന്നും നമുക്ക് അവിടെ കാണാൻ പറ്റില്ല. റിപ്ലേസീവ് എന്ന് പറയുന്നത് ഒരു വേർഡ് എലിമെന്റ് ദാറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഫോർ അനദർ എലിമെന്റ് വിത്തിൻ എ സ്റ്റെം. അപ്പോൾ മാൻ എന്ന് പറയുന്ന വേർഡ് സിംഗുലർ ആണ് അല്ലെ? ഒരാൾ, ഒരു പുരുഷൻ. അതിനെ പ്ലൂറലായിട്ട് മാറ്റുമ്പോൾ ചെറിയൊരു മോർഫോളജിക്കൽ ചേഞ്ച് അവിടെ സംഭവിക്കുന്നുണ്ട്. എ എന്ന് പറയുന്ന ഒരു ലെറ്റർ ഇയിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടുന്നു. സോ ദാറ്റ് ബിക്കംസ് മെൻ. അപ്പൊ റീപ്ലേസ് ആണ് അവിടെ നടക്കുന്നത്. ഇനി ക്രിറ്റിക്. ക്രിറ്റിക്കിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ട് ഓഫ് എ വേർഡ് ദാറ്റ് ഈസ് സ്ട്രക്ചറലി ഡിപെൻഡന്റ് ഓൺ എ നെയ്ബറിംഗ് വേർഡ്. ഓക്കെ. ആൻഡ് കനോട്ട് സ്റ്റാൻഡ് ഓൺ ഇറ്റ്സ് ഓൺ. ഇപ്പോ ഇത് നമുക്ക് ചുരുക്കിയിട്ട് ഇത് ഒരു ഇൻഫോർമൽ ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ കുറച്ചും കൂടി നമ്മൾ പറയുകയാണെങ്കിൽ ബേസിക്കലി സംസാര ഭാഷയിൽ വരുന്ന ഒന്നാണ്. സ്പോക്കൺ ഇംഗ്ലീഷ് ആണ്, അതും ടോട്ടലി ഇൻഫോർമൽ ആണ്. കമോൺ ഓവർ ഹിയർ. അപ്പോൾ കമോൺ എന്ന് പറയുമ്പോൾ കമോൺ എന്നുള്ള തരത്തിൽ അതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നില്ല. പക്ഷേ ഇതിന് ഇങ്ങനെ മാത്രമായിട്ട് നിൽക്കാൻ പറ്റുമോ? ഇല്ല. സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് അണ്ടർസ്റ്റുഡ് ഹിയർ. ഇനി വേർഡ് ഫോർമേഷൻ. എങ്ങനെയാണ് വാക്കുകൾ പുതിയ രീതിയിൽ ഉണ്ടായി വരുന്നത്? പല കാരണങ്ങളാവാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പുതിയ റിക്വയർമെന്റ് ഉണ്ടായത് കൊണ്ട് വാക്കുകൾ പുതിയ തരത്തിൽ സംഭവിക്കാം. ഇനി അതല്ലെങ്കിൽ എന്ത് സംഭവിക്കും? മറ്റൊരു തരത്തിൽ നിങ്ങൾക്ക് ഉള്ള അവൈലബിൾ ആയിട്ടുള്ള ഒരു വേർഡിനെ നിങ്ങൾക്ക് പുതിയ രീതിയിൽ ക്രിയേറ്റ് ചെയ്തെടുക്കാം. നൗ ഡെറിവേഷൻ അതിൻ്റെ അകത്തൊരു പ്രധാനപ്പെട്ട ഫോമാറ്റ് ആണ്. സോ ചേഞ്ചിങ് ദ ഫോം ഓഫ് ദ ബേസ് ഓർ ബൈ ആഡിങ് അഫിക്സസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു വേർഡിനെ നിങ്ങൾക്ക് നെഗറ്റീവ് ആക്കാനായിട്ട് അതിൻ്റെ ഒരു പ്രിഫിക്സ് ആഡ് ചെയ്താൽ മതിയോ. കൈൻഡ് അൺകൈൻഡ് ആയി മാറുമ്പോഴേക്കും എന്ത് സംഭവിക്കേണ്ടത്? അതിന്റെ സ്വഭാവം മൊത്തമായിട്ട് മാറുന്നു. നോമിനലൈസേഷൻ ആണ് മറ്റൊന്ന്. നോമിനലൈസേഷൻ എന്ന് പറയുന്നത് നൗൺസ് ദാറ്റ് ആർ ക്രിയേറ്റഡ് ഫ്രം അഡ്ജക്റ്റീവ്സ്. അപ്പോൾ എന്താ പറയുക, ഇപ്പോൾ MENT, ITY, TION ഇതിലൊക്കെ എൻഡ് ചെയ്യുന്ന വേർഡ്സ് നമുക്ക് നോമിനലൈസേഷൻ ആയിട്ട് കണക്കാക്കാം. പിന്നെ കോമ്പൗണ്ടിങ് ആണ്. കോമ്പൗണ്ടിങ് നമ്മൾ നേരത്തെ പറഞ്ഞു, അതായത് രണ്ട് വേർഡ്സിന്റെ പൊതു സ്വഭാവമുള്ള വേർഡ്സിനെ നമുക്ക് നേരത്തെ പോർട്ട്മാൻറ്റോ എന്ന് പറഞ്ഞ പോയിട്ടുള്ള സംഭവം തന്നെയാണ് ഇവിടെയും വർക്ക് ചെയ്യുന്നത്. സോ നൗ ദാറ്റ്സ് ഹാഫ് ഓഫ് ദ സെഷൻസ് ഹിയർ. ഇനി നമ്മൾ എഡ്ഫിൽ ഓൾറെഡി നമുക്ക് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ക്രാഷ് കോഴ്സ് നെറ്റ് ഇംഗ്ലീഷിന് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. സോ എഡ്ഫിൽ എന്തൊക്കെയാണ് ഓഫർ ചെയ്യുന്നതെന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, സോ യു ഹാവ് സിലബസ് ഒക്കെ തന്നെ ഒരുപാട് പലതരത്തിൽ പല കൺസോർഷ്യൻസ് ഒക്കെ തന്നെയും പല ബോഡീസ് ഓഫ് എക്സാമിനേഷൻസ് വന്നതുകൊണ്ട് സിലബസിന് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആൻഡ് മോർ ഓവർ ഒട്ടുമിക്ക ഇംഗ്ലീഷ് എഴുത്തുകാരും നമ്മൾ ഒരു കാലങ്ങളായിട്ട് ഫോളോ ചെയ്യുന്ന പാറ്റേണിലൊക്കെ ഒരുപാട് മാറ്റം ഉണ്ടായി. ഐ തിങ്ക് ഇൻ ഓൾമോസ്റ്റ് ഓൾ ദ ലാംഗ്വേജസ് യു കുഡ് ഫൈൻഡ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. അതായത് അതിൻ്റെ ഒരു വെർണാക്കുലർ സ്റ്റൈലിൽ വരുന്ന പലതരത്തിലുള്ള ലിറ്ററേച്ചർ എല്ലാ നാടുകളിലും ഉണ്ടായി വരുന്നുണ്ട്. പുതിയ തിയറീസ് വരുന്നു. അതുകൊണ്ട് തന്നെ അപ്ഡേറ്റഡ് സിലബസ് എന്ന് പറയുന്നത് ഇതിന്റെ വളരെയധികം പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. സോ അറ്റ് എഡ്ഫിൽ യു ഹാവ് റെക്കോർഡഡ് ക്ലാസ്സസ് ആസ് വെൽ ആസ് ദ കംപ്ലീറ്റ് സിലബസ് ബീങ് കവേർഡ് ഹിയർ. പിന്നെ ഇമ്പോർട്ടൻറ്റ് ലൈവ് സെഷൻസ്, നമ്മളിപ്പോൾ വെബിനാർ ഒക്കെ ചെയ്യുന്ന പോലെ നമുക്ക് ആവശ്യമായിട്ടുള്ള സമയങ്ങളിൽ നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ലൈവ് സെഷൻസ് ഓഫർ ചെയ്യുന്നുണ്ട്. സോ നെക്സ്റ്റ് ബാച്ചിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സസ് ഓൾറെഡി നമ്മൾ എന്ത് ചെയ്യുന്നു? വി ആർ സെറ്റിംഗ് ഇറ്റ് അപ്പ് റൈറ്റ് നൗ. സോ ഇൻ എ ഫ്യൂ വീക്സ് വി വിൽ ഓൾറെഡി സ്റ്റാർട്ട് ദിസ്. പിന്നെ പോപ്പപ്പ് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ സെഷൻ കഴിയുമ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്.
അത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രാക്ടീസ്, മോക്ക് ടെസ്റ്റുകൾ, ഫ്രീക്വന്റ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം whenever we complete one particular session. Q&A സെഷൻസ് പറയേണ്ട കാര്യമില്ല, നമുക്ക് ചില സമയത്തൊക്കെ തന്നെ നമ്മൾ ഇതൊക്കെ തന്നെ പഠിച്ചിട്ട് ഇനിയിപ്പോൾ വിട്ടുപോവാണ്, അപ്പോൾ എന്ത് ചെയ്യും, വിൽ ഹാവ് ടു റിക്കലക്ട് വാട്ട് എവർ ദാറ്റ് ഹാസ് ബീൻ ടേക്കൺ ഓൾറെഡി. ഇപ്പോൾ Q&A സെഷൻസ് ഒക്കെ തന്നെ നമുക്ക് അതിന് വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ആൻഡ് എക്സാം ഓറിയന്റഡ് ടിപ്സ്, ചില പെർട്ടിക്കുലർ പാറ്റേൺസിലുള്ള സംഭവങ്ങൾ നമുക്ക് ഒരേ രീതിയിൽ പഠിച്ച് അല്ലെങ്കിൽ ഇത് കാണാപ്പാഠം പഠിക്കുന്നതിനേക്കാളും ഭേദം we will go with certain tips how to learn certain patterns in this entire syllabus. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കഷൻസ് ഒക്കെ ഇവിടെ കൃത്യമായിട്ട് നടക്കുന്നതാണ്. ചില സമയത്തെങ്കിലും റിപ്പീറ്റഡ് ആയിട്ടുള്ള ഏരിയാസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാം. ആൻഡ് ഓൾസോ ഡൗട്ട് ക്ലിയറൻസ്, നിങ്ങൾക്ക് ഇവിടെ ഒരു ഹെഡ്ഫുൾ ഇംഗ്ലീഷ് UGC നെറ്റിന് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഓൾറെഡി ഉണ്ട്. So these are the two numbers in which you can, I think you can see it from here now. So ഈ രണ്ട് നമ്പറിലേക്ക് നിങ്ങൾക്ക് കൂടുതൽ ഇൻഫർമേഷൻ വേണമെങ്കിൽ you can text or call in order to get the proper tips regarding these things. So moving on to the next one. അപ്പോൾ ഇനിയിപ്പോൾ കോമ്പൗണ്ട്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അല്ലേ, അതായത് രണ്ട് തരത്തിലുള്ള കോമ്പൗണ്ട്സ് ഉണ്ടാവാം, എക്സോസെൻട്രിക്കും എൻഡോസെൻട്രിക്കും ആവാം. ഒരു ഹെഡ് ഉണ്ടെങ്കിൽ അതിനെ എൻഡോസെൻട്രിക് എന്ന് വിളിക്കാം, ഇനി എക്സോസെൻട്രിക് ആ ഹെഡ് ഇല്ല എന്ന് പറയുന്നത്. ഓൾറൈറ്റ്. പിന്നെ വേർഡ്സ് ഫോം ചെയ്യുന്ന മറ്റൊരു രീതി റീഡ്യൂപ്ലിക്കേഷൻ ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, റീഡ്യൂപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഒരു റിപ്പീറ്റേഷൻ ഓഫ് എ വേർഡ് ടു ഡിലി ഡാലി എന്ന് പറയുന്ന ഒരു എക്സ്പ്രഷൻ വേണമെങ്കിൽ റീഡ്യൂപ്ലിക്കേഷൻ്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എടുക്കാം. ബാക്ക് ഫോർമേഷൻ, ചില സമയത്തെങ്കിലും ഇംഗ്ലീഷിൽ വേർഡ്സ് ഉണ്ടായി വന്നിട്ടുള്ളത് ഒരു ജോലിയോ അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റിയോ ആദ്യം ഉണ്ടാവുകയും അത് കഴിഞ്ഞിട്ട് അയാൾ ചെയ്യുന്ന ജോലിയെ നമ്മൾ പിന്നീട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ എഡിറ്റ് ചെയ്യുന്ന ഒരാളെയാണ് എഡിറ്റർ നമ്മൾ വിളിക്കാറുള്ളത് അല്ലേ, വീഡിയോ എഡിറ്റർ അല്ലെങ്കിൽ എന്താ പറയുക ഫോട്ടോ എഡിറ്റർ എന്നൊക്കെ വിളിക്കാറുണ്ട്. പക്ഷേ ഇത് ബേസിക്കലി വരുന്ന ഒരു ഐഡിയ എന്ന് പറയുന്നത് പ്രിന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്, പത്രങ്ങൾ അല്ലെങ്കിൽ മറ്റ് മാഗസിൻസ്, മാധ്യമങ്ങൾ. അപ്പൊ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ എഡിറ്റർ എന്ന് പറയുന്ന പോസ്റ്റ് ആദ്യം ഉണ്ടായിരുന്നു, ഇത് നമ്മൾ അയാൾ ചെയ്യുന്ന ജോലിയെ പിന്നീട് ഒരു വെർബാക്കി മാറ്റുകയാണ് ചെയ്തിട്ടുള്ളത്. സോ എഡിറ്റ് കെയിം ലേറ്റർ, എഡിറ്റർ വാസ് ഓൾറെഡി തയ്യാർ. പിന്നെ കൺവേർഷൻ ആണ്. ഇപ്പോൾ ബോട്ടിൽ എന്ന് പറയുന്ന വാക്കിൽ നിന്ന് ബോട്ടിലിംഗിൽ ഉണ്ടായി വരും. ഓക്കെ, അത് കൺവേർട്ടഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു സംഭവമാണ്. ക്ലിപ്പിംഗ് എന്തായിരിക്കും, നിങ്ങളൊരു സാധനത്തെ കട്ട് ചെയ്ത് കളയുന്നു. ഇപ്പൊ സെല്ലുലാർ ഫോൺ എന്ന് പറയുന്ന ഒരു നീണ്ട വാക്കിന്റെ നിങ്ങൾ ആവശ്യമില്ലാത്ത കുറെ അല്ലെങ്കിൽ ആവശ്യമില്ല എന്നുള്ളത് പിന്നെ തോന്നിയിട്ടുള്ള വേർഡ്സ് യു കട്ട്. സോ അപ്പൊ എന്തായി, നമുക്ക് സെല്ലായിട്ട് മാറി. മൊബൈൽ ഫോൺ മൊബൈലായിട്ട് മാറിയതുപോലെ. അല്ലെങ്കിൽ റെഫ്രിജറേറ്റർ എന്തായിട്ട് മാറി, ഫ്രിഡ്ജ് ആയിട്ട് മാറി. ബ്ലെൻഡിങ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, രണ്ട് വേർഡ്സിന്റെ എന്താ പറയുക പാർട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നതിനാണ് ബ്ലെൻഡിങ് എന്ന് വിളിക്കുക. പിന്നെ ലിംഗ്വിസ്റ്റിക്സിൽ പിന്നീട് പല ചേഞ്ചസും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ് ഹാപ്പൻ. ലീപോൾ ബ്ലൂംഫീൽഡ് എന്ന് പറയുന്ന ലിംഗ്വിസ്റ്റിന്റെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻസിൽ ഒന്നാണ് ഇമ്മീഡിയറ്റ് കോൺസ്റ്റിറ്റ്യൂവന്റ് അനാലിസിസ്. ഒരു സെന്റൻസിനെ നിങ്ങൾ പല പാർട്ടായിട്ട് ഡിസെക്ട് ചെയ്യുന്നു. ആൻഡ് അതായത് ഇതിനെ IC അനാലിസിസ് എന്ന് സിമ്പിൾ ആയിട്ട് പറയും. യു ഡിവൈഡ് സെന്റൻസസ് ഇൻടു സക്സസീവ് ലെയേഴ്സ്. ഓക്കെ, ഇപ്പൊ ഈ ലെയർ നിങ്ങൾ മുറിച്ച് ഫൈനൽ ലെയർ എത്തുന്നു. അപ്പോൾ ഓരോ കോൺസ്റ്റിറ്റ്യൂവന്റും എന്താവും, ഒറ്റ വേർഡായിട്ട് മാറുന്നു. അപ്പൊ ആ വേർഡ്സിന് കൃത്യമായിട്ട് എന്തുണ്ട്, അവിടെ ഒരു ഗ്രാമാറ്റിക്കൽ പൊസിഷൻ കൂടി ഉണ്ടാവും അല്ലെ, നമ്മൾ അതിന്റെ ഒരു സിൻടാക്സ് എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ സ്ട്രക്ചർ അവിടെ ഉണ്ട്. ഇപ്പോൾ ഇംഗ്ലീഷിൽ ഇപ്പൊ നിങ്ങൾ പറയുകയാണെങ്കിൽ സബ്ജക്റ്റും വെർബും ഒബ്ജക്റ്റും, അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, അത് റീപ്ലേസ് ചെയ്യപ്പെടാം ചിലപ്പോൾ. സോ മീനിങ് ഫുൾ പാർട്ട് ഓഫ് എ വേർഡ് എന്ന് പറയുന്ന ഒരു ഐഡിയ എത്തുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യുന്നു, IC അനാലിസിസിലൂടെ കട്ട് ചെയ്തുകൊണ്ടിരിക്കും. സോ 1933 ബ്ലൂംഫീൽഡ് ഈ ഒരു ഐഡിയ കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ നോം ചോംസ്കി എന്ന് പറയുന്ന സോഷ്യൽ ആക്ടിവിസ്റ്റ്, ലിംഗ്വിസ്റ്റ്, തിയറിറ്റീഷ്യൻ, അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ ആണ് യൂണിവേഴ്സൽ ഗ്രാമർ. അതായത് ഒരു എല്ലാ മനുഷ്യരിലും ഒരു ഇന്നേറ്റ് ഗ്രാമർ ഉണ്ട്, ഭാഷയുടെ അക്വിസിഷൻ ഇങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നാണ് ചോംസ്കിയുടെ ഒരു ഐഡിയ. സോ പ്രപ്പോസ് ദാറ്റ് ഹ്യൂമൻസ് പോസസ് ഇന്നേറ്റ് ഫാക്കൽറ്റീസ് റിലേറ്റഡ് ടു ദി അക്വിസിഷൻ ഓഫ് ലാംഗ്വേജ്. ഭാഷ നിങ്ങൾ സ്വായത്തമാക്കി എടുക്കുന്ന ഒരു ഡിവൈൻ ആയിട്ടുള്ള പ്രോസസ്സിലോ അല്ലെങ്കിൽ വളരെയധികം ബോധപൂർവമായിട്ട് സംഭവിക്കുന്ന ഒരു സാധനമായിട്ടല്ല, മറിച്ച് യു ഹാവ് സംതിങ് ഓൾറെഡി യു ബോൺ വിത്ത് എന്നുള്ളതാണ് ചോംസ്കിയുടെ ഐഡിയ. ആൻഡ് പിന്നീട് സ്പെസിഫിക് ഒബ്ജക്റ്റ് ആയിട്ട് മോഡൽ ലിംഗ്വിസ്റ്റിക്സ് റിസർച്ചിന്റെ കൂടെ പിന്നീട് അത് വരികയൊക്കെ ചെയ്തിട്ടുണ്ട്. ഡസൻറ്റ് റിയലി അത്രയധികം ഫോക്കസ് നമുക്ക് ഇതിന്റെ മുകളിൽ പോയി കഴിഞ്ഞാൽ ഇതൊരു കുറച്ചും കൂടി കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഐഡിയ ആണ്, നമുക്ക് ഇതൊന്നും ഇപ്പോൾ പറഞ്ഞു തീരില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. സോ it is associated with work in generative grammar,
based on the idea that certain aspects of syntactic structure are universal. ഇപ്പോൾ ഒട്ടുമിക്ക ഭാഷകളിൽ ഒരു പൊതുവായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന കുറച്ച് ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചർ ഉണ്ടെന്നുള്ളതായിരുന്നു ചോംസ്കിയുടെ ഐഡിയ. ഇനി സെമാൻറ്റിക്സ്. എന്തായിരിക്കും സെമാൻറ്റിക്സ്? മീനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ്. ഭാഷയിൽ എങ്ങനെ ഈ പറയുന്ന അർത്ഥം എന്ന് പറയുന്ന ഒരു ഐഡിയ വർക്ക് ചെയ്യുന്നു. ഓൾറൈറ്റ്. സോ അതിൽ സെൻസ് റിലേഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഹോമോനിമി എന്ന് പറയുന്ന ഒരു ഐഡിയ. ഹോമോനിമിന്റെ കാര്യം എന്താ പറയുന്നത്? ബിറ്റ്വീൻ വേർഡ്സ് വിത്ത് ഐഡന്റിക്കൽ ഫോംസ് ബട്ട് ഡിഫറെന്റ് മീനിങ്സ്. നേരത്തെ പറഞ്ഞ ബാങ്ക്, ഹോമോഗ്രാഫും ഹോമോഫോൺസും ഇതിന്റെ ഭാഗമായിട്ട് എടുക്കാം. ഇനി ഹൈപ്പോനിമി എന്ന് പറയുന്ന ഐഡിയ ഉണ്ടാവാം. ഹൈപ്പോനിമിന്റെ പ്രത്യേകത എന്താ? ചില സമയത്തെങ്കിലും ഒരു പെർട്ടിക്കുലർ മെമ്പറിനെ വെച്ചിട്ട് നമുക്ക് ബ്രോഡ് ക്ലാസ്സിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഡെയ്സി, റോസ് എന്നൊക്കെ പറയുന്നത് ഫ്ലവറിനെ ഒറ്റയടിക്ക് എന്ത് ചെയ്യുന്നുണ്ട്? റെഫർ ചെയ്ത് പോകുന്നുണ്ട്. സോ ദാറ്റ് ഈസ് ഹൈപ്പോനിമി. ആന്റോനിമി എന്തായിരിക്കും? ആന്റോ, ആന്റായി അല്ലേ? ഓപ്പോസിറ്റ് ആണ്. ഇപ്പോൾ ഹോട്ടും കോൾഡും രണ്ട് തരത്തിലുള്ള വേർഡ്സ് ആണ്. സോ ദേ ആർ ഓപ്പോസിറ്റ് ടു ഈച്ച് അതർ ഇൻ ദെയർ മീനിങ് ബീങ് റെഫർ ടു. സിനോണിംസ് എന്താണ്? സമാനമായിട്ട് എന്ന് നമ്മൾ വിശ്വസിച്ച് പോരുന്ന അർത്ഥങ്ങളാണ് ഇവിടെയൊക്കെ ഉണ്ടാവുന്നത്. ഇന്റർചേഞ്ചബിൾ ആണ്, നിങ്ങൾക്ക് മാറ്റി ഉപയോഗിക്കാൻ പറ്റും. നൗ സൗണ്ട് ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട് ഭാഷയിൽ. പലതരത്തിൽ ഒരു പെർട്ടിക്കുലർ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നു. അതിൽ പ്രധാനപ്പെട്ട ഐഡിയാസ് നമ്മളിവിടെ പറയുന്നത് ഒന്ന് എഫൈസിസ് ആണ്. ഗ്രാജുവൽ ലോസ് ഓഫ് an unstressed vowel at the beginning of a word. അപ്പോൾ എസ്ക്വയർ എന്ന് പറയുന്ന ഒരു പഴയ വാക്ക് പിന്നീട് എന്ത് ചെയ്തു? അവിടെ ഒരു ഇ എന്ന് പറയുന്ന വവല് കാലക്രമേണ ഇല്ലാതായി. സോ ദാറ്റ് ബിക്കെയിം സ്ക്വയർഡ്. അപ്പോകൗപ്പ് എന്ന് പറയുന്ന മറ്റൊരു സൗണ്ട് ചേഞ്ച് അവിടെ ഉണ്ട്. ഒമിഷൻ ഓഫ് ദ ഫൈനൽ സൗണ്ട് ഓഫ് ദ വേർഡ്. അപ്പോൾ എന്ത് ചെയ്യുന്നു? കപ്പറ്റി എന്ന് പറയുന്നത് ഇവിടെ ഓഫ്. ശരിക്കും അതിന്റെ ഉച്ചാരണം ഓവ് ആണ്, ഓഫ് ഇല്ല. സോ കപ്പറ്റി എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു? അവിടെ ഒരു ഫൈനൽ സൗണ്ട് ഇല്ലാതായി മാറുന്നുണ്ട്. അസിമിലേഷൻ ഇത് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു സൗണ്ട് ചേഞ്ച് ആണ്. രണ്ട് സൗണ്ട്സ് എന്ത് ചെയ്യുന്നു? ഏകദേശം സമാനമാണെന്ന് തോന്നുന്ന ഒരു മൊമെന്റിൽ എന്ത് ചെയ്യുന്നുണ്ട്? യു പ്രൊനൗൺസ് ഇറ്റ് ഓൾമോസ്റ്റ് സിമിലർ. ഇപ്പോൾ കുഡ് യു ഗിവ് മീ ദാറ്റ് ബുക്ക് ഓൺ അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഈ ഒരു ഐഡിയ ഇവിടെ എത്തുമ്പോഴേക്കും ഇപ്പൊ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണുണ്ട്? കുഡ് യു എന്നുള്ള അത് നേറ്റീവ് ടങ്ങിലാണ്. നമുക്കത് കുഡ് എന്നൊക്കെയാണ് ഉച്ചാരണം എങ്കിലും അതങ്ങനെയല്ല. സോ കുഡ് യു ഗിവ് മീ ദ ബുക്ക് ഓൺ അക്കൗണ്ടിങ് എന്നാണ് അവരുടെ ഉച്ചാരണത്തിലേക്ക് അത് പോവുക. സോ ദാറ്റ് ഈസ് അസിമിലേഷൻ. ഇനി ഇതിന്റെ ഒരു ഓപ്പോസിറ്റ് ഉണ്ട്, ഡിസിമിലേഷൻ. എന്തായിരിക്കും? ദ ചേഞ്ച് ഓർ ഒമിഷൻ ഓഫ് വൺ ഓർ ടു ഐഡന്റിക്കൽ ഓർ ക്ലോസ്ലി റിലേറ്റഡ് സൗണ്ട്സ് ഇൻ എ വേർഡ്. ഇവിടെ 6 വേണമെങ്കിൽ നമുക്ക് ഉച്ചരിക്കാം, പക്ഷെ 6 ഉച്ചരിക്കാറില്ല. കാറ്റർപില്ലർ ആവില്ല, കാറ്റർപില്ലർ. കാൻഡർബറി ഇല്ല, കാൻഡർബറി. റിസർവോയർ ഇല്ല, റിസർവോയർ. ഇനി ഹാപ്ലോളജി ആണ്. omission of one occurrence of a sound or syllable that is repeated within a word. For example, ചില സമയത്ത് ഒരു പെർട്ടിക്കുലർ സൗണ്ട് നമ്മൾ റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ പ്രോബ്ലി എന്ന് പറയുന്ന ഒരു നീണ്ട വേർഡ് അല്ലേ, പ്രോബബ്ലി എന്ന് പറയുന്നത്, പ്രോബ്ലി. അപ്പോൾ ഇനി ഇത് കുറച്ചുകൂടി ചുരുക്കാറുണ്ട്. ചില സമയത്ത് നേറ്റീവ് സ്പീക്കേഴ്സ് വളരെ ഇൻഫോർമൽ ആയിട്ട് സംസാരിക്കുമ്പോൾ പ്രോബ്ലി എന്നായിട്ട് മാറി അത് പോകും. സോ ദാറ്റ് ഈസ് ഹാപ്ലോളജി. ഇനി ലെക്സിക്കൽ ഡിഫ്യൂഷൻ. സ്പ്രെഡ് ഓഫ് എ സൗണ്ട് ചേഞ്ചസ് ത്രൂ ദ ലെക്സിക്കൻ ഓഫ് എ ലാംഗ്വേജ്. ആ വാക്കിൽ തന്നെ അതിന്റെ ഒരു ഡിക്ഷണറി മീനിങ്ങിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ ഉണ്ടാവാം. ഇപ്പോ എന്താ പറയാ, വവൽ ഷിഫ്റ്റ്സ് ഉണ്ടാവുന്നു, അൺസ്ട്രെസ്ഡ് വവൽ ഉണ്ടാവുന്നു, വോക്കലൈസേഷൻ ഓഫ് ലിക്വിഡ്സ്, ഇതൊക്കെയും ലെക്സിക്കൽ ഡിഫ്യൂഷന്റെ ഭാഗമാണ്. ഇനി കോലിസൻസ് എന്ന് പറയുന്നത് ചില സമയത്ത് കുട്ടികളൊക്കെ സംസാരിക്കുന്ന സമയത്ത് ഒരു പെർട്ടിക്കുലർ വാക്കിന് അവരുടേതായിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ അതിനൊരു മീനിങ് ഉണ്ടാവും ആൻഡ് നമുക്കത് മനസ്സിലാവുകയും ചെയ്യും. ഇപ്പൊ സ്പൂൺ എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് അത് ഉച്ചരിച്ചില്ല, ഫൂൺ എന്നാണ് ഉച്ചരിക്കുന്നതെങ്കിൽ പോലും എന്തുണ്ട്? സോ സബ്സ്റ്റിറ്റ്യൂട്ട് വിത്ത് ഡിഫറെന്റ് ഫോണീം, സ്പൂ ആയിട്ട് എന്ത് ചെയ്യുന്നു? അത് ഫു എന്ന് പറയുന്ന സംഭവം ഇവിടെ മാറ്റിക്കളയും. മെറ്റതീസിസ് ആണ് പിന്നീടുള്ളത്. ട്രാൻസ്പൊസിഷൻ ഓഫ് സൗണ്ട്സ് ഓർ ലെറ്റേഴ്സ് ഇൻ എ വേർഡ്. ഓൾഡ് ഇംഗ്ലീഷിൽ നോക്കിക്കഴിഞ്ഞാൽ സ്ക് ഇത് ആളുകൾ ഉച്ചരിച്ച് തെറ്റിക്കുന്ന ഒരു ഐഡിയ കൂടിയാണ്. ആസ്ക് എന്ന് പറയുന്നത് ചില സമയത്തെങ്കിലും ആളുകൾ ഉച്ചരിച്ചിട്ട് ആക്സ് എന്നായിട്ട് മാറാറുണ്ട്. എലീഷൻ ഇസ് അനദർ വൺ. സോ ഡിലീഷൻ ആണ് ബേസിക്കലി ഇവിടെ സംഭവിക്കുന്നത്. ഐ ഡോണ്ട് നോ എന്ന് പറയുന്ന പൂർണ്ണമായിട്ടുള്ള ഒരു സെന്റൻസ് ഐ ഡോണ്ട് നോ എന്ന് വേണമെങ്കിൽ നമുക്ക് ഉച്ചരിക്കാം. ക്യാമറ എന്നുള്ളതാണ് കംപ്ലീറ്റ് വേർഡ്, ഓക്കെ, പക്ഷേ ക്യാമറ എന്നായിട്ട് മാറും.
ആൻഡ് ഫിഷ് ആൻഡ് ചിപ്സ്. ഇപ്പൊ എന്തായിട്ട് മാറും? ഇവിടെ ഒരു ആൻഡ് ഇല്ല, ഫിഷ് ആൻഡ് ചിപ്സ്. സോ ഇതൊക്കെ ഇനിയും എന്താണ്? എലിഷന്റെ എക്സാമ്പിൾ ആണ്. പിന്നെ എപ്പന്തസിസ്, ഇത് അത്രയധികം സിഗ്നിഫിക്കന്റ് ആയിട്ട് വരുന്നതല്ല. ചില സമയത്തെങ്കിലും എന്ത് ചെയ്യുന്നുണ്ട്? ഒരു വവൽ നിങ്ങൾ എക്സ്ട്രാ ഇൻസേർട്ട് ചെയ്യുന്നു, യൂഷ്വലി ബിറ്റ്വീൻ കോൺസണന്റ് ദാറ്റ് ആർ നോട്ട് അലൗഡ് ടു സ്റ്റാൻഡ് ടുഗദർ. അപ്പോ ജുവലറി, സോ യു പ്രൊനൗൺസ് ഇറ്റ് ആസ് ജുവലറി. ഓക്കെ. ആൻഡ് കണ്ടൻഷ്യസ് എന്ന് പറയുന്നതും ഇവിടെ കണ്ടൻഷ്യസ് എന്ന് പറയുന്നതിന്റെ ഉച്ചാരണമായിട്ട് കണ്ടൻഷ്യസ് എന്ന് പറയുന്ന ഐഡിയ ഇവിടെ വരുന്നത് എപ്പന്തസിന്റെ ഭാഗമാണ്. ലാസ്റ്റ് വൺ ഇസ് പ്രോത്തസിസ്. ആൻഡ് എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നത്? അഡീഷൻ ഓഫ് എ സിലബിൾ ഓർ എ സൗണ്ട് അറ്റ് ദ ബിഗിനിങ് ഓഫ് എ വേർഡ്. ഇപ്പോൾ എസ്പെഷ്യൽ ആയി മാറുന്നത് നിങ്ങൾ ഒരു പെർട്ടിക്കുലർ സൗണ്ട് ഇവിടെ ആഡ് ചെയ്യുന്നതോട് കൂടിയാണ്. നൗ ഇനി ബാക്കി ലിംഗ്വിസ്റ്റിക്സിന്റെ കുറച്ചും കൂടി ഭാഗങ്ങൾ അല്ലെങ്കിൽ ബാക്കി ബ്രാഞ്ചസ് എന്ന് പറയുന്നത് സോഷ്യൽ ലിംഗ്വിസ്റ്റിക്സ് ആണ്. ഇപ്പോൾ സമൂഹത്തിൽ മനുഷ്യൻ ഇടപെടുന്ന രീതിയിൽ എങ്ങനെ ഭാഷ വർക്ക് ചെയ്യുന്നു, നേരെ തിരിച്ചും. അതായത് നമ്മളുടെ ഇടപെടലുകൊണ്ട് ഭാഷ സമൂഹത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ ഉണ്ടാവാം. ലാംഗ്വേജ് ഈസ് നോട്ട് ഇറ്റ്സ് നോട്ട് സംതിങ് ലൈക്ക് എ ടോയ്. വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ചെറിയ ഗ്രാമാറ്റിക്കലോ അല്ലെങ്കിൽ സിൻടാക്റ്റിക്കലോ ആയിട്ടുള്ള ഒക്കെ മാറ്റങ്ങളൊക്കെ തന്നെയും വളരെ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സമൂഹത്തിൽ കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത് ഓർക്കുക. സോ ദ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡി ഓഫ് ദി ഇഫക്റ്റ് ഓഫ് എനി ഓർ ഓൾ ആസ്പെക്ട്സ് ഓഫ് സൊസൈറ്റി ഇൻക്ലൂഡിങ് കൾച്ചറൽ നോംസ്, എക്സ്പെക്ടേഷൻസ് ആൻഡ് കോണ്ടെക്സ്റ്റ് പറയേണ്ട കാര്യമില്ല. ഇനി സോഷ്യൽ ലിംഗ്വിസ്റ്റിക്സിന്റെ ഭാഗമായിട്ട് വരുന്ന കുറേ ടെർമിനോളജീസ് ഉണ്ട്. അതിലൊന്ന് ഡയലക്റ്റ് ആണ്. അപ്പൊ എന്താ ഡയലക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ആളുകളും നമ്മൾ ഒരു പെർട്ടിക്കുലർ പ്രദേശത്ത് ആളുകൾ ഭാഷ ഉപയോഗിക്കുന്ന ഒരു രീതി ഉണ്ടാവാം, റൈറ്റ്? സോ വേർഷൻസ് ഓഫ് എ സിംഗിൾ ലാംഗ്വേജ്. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ മലയാളം എടുക്കുകയാണെങ്കിൽ കോഴിക്കോട് ടൗണിൽ ആളുകൾ സംസാരിക്കുന്ന ഒരു രീതിയുണ്ട്, റൈറ്റ്? ഇനി അത് കുറച്ചുകൂടെ അങ്ങോട്ട് മാറിയിട്ട് ഇപ്പം വടകരയോ കുറ്റ്യാടിയോ പോയി കഴിഞ്ഞാൽ മലയാളത്തിന് മാറ്റം ഉണ്ടായി. പാലക്കാട്ടെ മലയാളം വേറൊരു സ്റ്റൈലാണ്, റൈറ്റ്? പാലക്കാടിന്റെ ഉൾപ്രദേശങ്ങളിൽ പോയി കഴിഞ്ഞാൽ അവിടെയും ഭാഷയ്ക്ക് മാറ്റം ഉണ്ടാകുന്നു. ഇനി നിങ്ങൾ തൃശ്ശൂർ പോകുന്നു, ടൗണിലുള്ള ഭാഷ വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ ഗ്രാമപ്രദേശങ്ങളിൽ സംസാരിക്കപ്പെടുന്ന ഭാഷയ്ക്ക് വ്യത്യാസമുണ്ട്. സോ ഈ പറയുന്ന സംഭവങ്ങളൊക്കെയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? ഡയലക്റ്റിക്കൽ ആയിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കി വരുന്നത്. സോ അതിൽ എന്ത് ചെയ്യാം? വൊക്കാബുലറി മാറാം, ടോണ് മാറാം, ഇൻറ്റോണേഷൻസ് മാറാം, പിച്ച് മാറാം, അതിന് മൊത്തം ഒരു റിതം മാറാം. ഇതൊക്കെയും ഡയലക്റ്റിന്റെ ഭാഗമാണ്. ഇനി സോഷ്യോലെക്റ്റ് എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ സോഷ്യൽ ക്ലാസ്സിൽ ആളുകൾ പെടുമ്പോൾ ഉപയോഗിക്കുന്ന ഭാഷയ്ക്ക് താരതമ്യേന നല്ല മാറ്റം ഉണ്ടാവാറുണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു അധ്യാപകനാണെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഭാഷയ്ക്ക് ചെറുതല്ലാത്ത വ്യത്യാസം ഉണ്ടാവും. നേരെ മറിച്ച് നിങ്ങൾ കുറച്ചും കൂടി ആ തരത്തിലുള്ള ഒരു ജോലി എന്നല്ല ചെയ്യുന്നത്. നിങ്ങൾ ഫോർ എക്സാമ്പിൾ യു വർക്ക് ഇൻ IT ഫീൽഡ്, നിങ്ങളുടെ ഒരു ജാർഗണൊക്കെ വളരെയധികം ഡിഫറെൻ്റ് ആവും. നിങ്ങൾ ഉപയോഗിക്കുന്ന ഭാഷ വൊക്കാബുലറിക്ക് വളരെയധികം സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ചേഞ്ചസ് അവിടെ ഉണ്ട്. സോ സോഷ്യോലെക്റ്റ് എന്ന് പറയുന്നത് സോഷ്യൽ പൊസിഷൻസ് മാറുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു? ലാംഗ്വേജിന് സോഷ്യൽ ക്ലാസ് മാറുന്നതിനനുസരിച്ച് ഇറ്റ് ചേഞ്ചസ്. ഇഡിയോലെക്റ്റ്, സോഷ്യോലെക്റ്റും ഡയലക്റ്റും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള മാറ്റങ്ങളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇഡിയോലെക്റ്റ് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ കോഴിക്കോട്ട് ജീവിക്കുന്ന ഞാൻ, എനിക്ക് എൻ്റെതായിട്ടുള്ള ഒരു ഭാഷയുണ്ട്, അതിനെയാണ് ഇഡിയോലെക്റ്റ് എന്ന് വിളിക്കുക. ഓക്കെ, സോ ദാറ്റ് ഈസ് മൈ ഓൺ വേർഷൻസ് ഓഫ് ദ ഡയലക്ട് ദാറ്റ് ഐ ഹാവ് ബീൻ ഫോളോയിങ്. അത് ഡയലക്റ്റ് ആവണമെന്നില്ല, ആ ഡയലക്റ്റിന്റെ ഉള്ളിൽ ഞാനായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു പെർട്ടിക്കുലർ സ്റ്റൈൽ ഓഫ് ലാംഗ്വേജ് ആണ്. ഇനി ഡൈഗ്ലോസ എന്ന് പറയും. അപ്പോൾ ഇൻ വിച്ച് 2 ലാംഗ്വേജസ് ആർ യൂസ്ഡ് അണ്ടർ ഡിഫറെന്റ് കണ്ടീഷൻസ്. ചില സമയത്തെങ്കിലും മനുഷ്യർക്ക് 2 തരത്തിലുള്ള ഭാഷകൾ ഉപയോഗിക്കേണ്ടി വന്നേക്കാം, അല്ലെങ്കിൽ 2 തരത്തിലുള്ള സ്വഭാവമുള്ള ഭാഷകൾ. ഒരേ ഭാഷയിൽ വ്യത്യസ്ത സ്വഭാവം പുലർത്തുന്ന കാറ്റഗറീസ് ഉണ്ടെങ്കിൽ ടു ലുക്ക് അറ്റ് ദാറ്റ്. ഇപ്പോൾ ഒരു ഹൈ ലോ വെറൈറ്റീസ് വരാം. ഇപ്പോൾ ഹൈ ജർമ്മൻ, ലോ ജർമ്മൻ എന്നൊക്കെ പറയുന്നത് പോലെ ഇപ്പോൾ അറബിക്കൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ 2 വാരിയൻസ് അവിടെ ഫംഗ്ഷനിങ് ആണ്. കുറച്ചുകൂടി ലിറ്റററി ആയിട്ടുള്ള ഒരു ഭാഷ ഉണ്ടാവും, അത്രയധികം ലിറ്റററി അല്ലാത്ത വളരെ കൊളോക്കലായിട്ട് പോകുന്ന ഒരു വാരിയന്റ് കൂടി ഉണ്ടാവാം. ഇനി ടാബു ഭാഷയിൽ എങ്ങനെ വർക്ക് ചെയ്യുന്നു? ടാബു എന്ന് പറയുന്നത് നമുക്കറിയാം, വിലക്കപ്പെട്ടിട്ടുള്ള കുറെ കാര്യങ്ങളാണ് നമ്മൾ ഇംഗ്ലീഷിൽ ടാബു എന്ന് വിളിക്കുന്നത്. സോ ഹൗ ഡസ് ഇറ്റ് വർക്ക് ചെയ്യാം? അപ്പൊ ടാബു എന്ന് പറയുന്നത് ഭാഷയിലും കൂടി ഫങ്ഷൻ ചെയ്യുന്ന ഒന്നാണ് എന്നുള്ളത് നോക്കണം. അതായത് പെർട്ടിക്കുലർ എക്സ്പ്രഷൻസ് ആർ നോട്ട് ടു ബി യൂസ്ഡ് ഇൻ എ ലാംഗ്വേജ്, അല്ലെങ്കിൽ കുറെ സ്റ്റൈലിലുള്ള ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സിന് ഏതെങ്കിലും തരത്തിൽ ഒഫൻഡിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹാംഫുൾ ആയിട്ടുള്ള തരത്തിലുള്ള എക്സ്പ്രഷൻസ് ഉണ്ടാവാം.
അപ്പോൾ ഇപ്പോൾ പൊളിറ്റിക്കൽ ഇൻകറക്റ്റ് എന്ന് പറയുന്ന ഒരു ഐഡിയ നമുക്ക് കുറച്ചും കൂടി ഫെമിലർ ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കാലം ഫോളോ ചെയ്തിട്ടുള്ള രീതിയിൽ നമുക്ക് സംസാരിക്കുമ്പോൾ ഒന്ന് കോൺഷ്യസ് ആവേണ്ടി വരുന്നത് അവിടെയാണ്. അവിടെ ഇത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണോ, അല്ലെങ്കിൽ ഇത് പറയുന്നത് ശരിയാണോ, ഇത് മിസോജിനിസ്റ്റിക് ആണോ? ടാബു ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയും കവർ ചെയ്യുന്നു. അപ്പോൾ ഒരു കാലത്ത് ടാബു ആയിരുന്ന കാര്യങ്ങൾ പിന്നീട് അക്സെപ്റ്റ് ചെയ്യപ്പെടാം, നേരെ തിരിച്ചു ആവാം. ലിംഗ്വ ഫ്രാങ്ക ഇതിന്റെ ഒരു ഭാഗം കൂടിയാണ്. അതായത് ചില സമയത്ത് എന്ത് ചെയ്യുന്നു, നിങ്ങൾക്കൊരു കോമൺ ലാംഗ്വേജ് ഇല്ല സംസാരിക്കാനായിട്ട്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ എന്ത് ചെയ്യും, ആളുകൾ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടാക്കിയിട്ട് ഭാഷ അവര് ഫോളോ ചെയ്ത് പോകും. അപ്പൊ അവിടെയാണ് ലിംഗ്വ ഫ്രാങ്ക വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഇന്ത്യയിലേക്ക് ബ്രിട്ടീഷുകാർ വന്നപ്പോൾ അവർക്ക് ഹിന്ദി അറിയില്ല, ഇന്ത്യക്കാർക്ക് ഇംഗ്ലീഷും അറിയില്ല എന്നുള്ള അവസ്ഥയിൽ എന്ത് ചെയ്തു, ഇവർ രണ്ടിന്റെ ഒരു കോമ്പിനേഷൻ ഉണ്ടാക്കിയിട്ട് സംസാരിക്കാൻ തുടങ്ങി. വളരെ മിനിമൽ ആയിരിക്കും ഇത്. ഓക്കെ, അപ്പൊ എവിടെയാണ് നമ്മൾ ഈ രണ്ട് ടേംസിനെ നമ്മൾ പരിചയപ്പെടുന്നത്? പിജിൻ എന്ന് പറയുന്നത് കോമൺ ലാംഗ്വേജ് അവിടെ ഇല്ല. അപ്പൊ എന്താ സംഭവിക്കുന്നുണ്ട്, വളരെ ഗ്രാമാറ്റിക്കലി സിംപ്ലിഫൈഡ് ആയിട്ട് വളരെ മിനിമൽ ആയിട്ടുള്ള നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറാൻ വേണ്ടി മാത്രമുള്ള ഒരു ഭാഷാ സിസ്റ്റം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നു. ഇനി പിജിൻ കുറച്ച് കഴിഞ്ഞ് ഡെവലപ്പ് ആവുന്ന ഒരു മൂവ്മെന്റ് ഉണ്ട്. അതായത് ഒരു നെക്സ്റ്റ് ജനറേഷൻ ഈ പറയുന്ന ഭാഷയെ ഏറ്റെടുത്ത് തുടങ്ങുമ്പോൾ എന്ത് ചെയ്യുന്നു, കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന ഗ്രാമർ അവിടെ ഉണ്ടാവുന്നു, സ്ട്രക്ചർ അവിടെ ഉണ്ടാവുന്നു. സോ ദാറ്റ് ഈസ് സംതിങ് ദാറ്റ് വി കോൾ ആസ് ക്രിയോൾ. ഇനി സൈക്കോ ലിംഗ്വിസ്റ്റിക്സിലേക്ക് വരുന്നു. അപ്പോ it describes and investigates a psychological process that make it possible for humans to master and use language. അപ്പോൾ ഇത് ഒറ്റയടിക്ക് വളരെ നോർമൽ ആയിട്ട് നടക്കുന്ന ഒരു കാര്യമല്ല. അതിന് കൃത്യമായിട്ട് മനഃശാസ്ത്രപരമായിട്ടും മാനസികമായിട്ടൊക്കെ ഉള്ള ഒരുപാട് തയ്യാറെടുപ്പുകളും കുറെ നമ്മൾ അത്രയധികം ബോധപൂർവം അറിയാത്ത കുറെ പ്രോസസ്സ് മെന്റലി നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആൻഡ് ഇതിൽ വരുന്ന പ്രധാനപ്പെട്ട കുറച്ച് ചേഞ്ചസും അല്ലെങ്കിൽ എന്താ പറയാ, റോബർട്ട് കാന്റോർ 1936 ഈ ടേം ആദ്യം കോയിൻ ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് വാസ് പോപ്പുലറൈസ്ഡ് ലേറ്റർ ബൈ ഹിസ് സ്റ്റുഡന്റ് നിക്കോളാസ് ഹെൻറി പ്രൊങ്കോ എന്ന് പറയുന്ന സ്റ്റുഡന്റ് ആണിത് പോപ്പുലറൈസ് ചെയ്യുന്നത്. ഇനി സൈക്കോ ലിംഗ്വിസ്റ്റിക്സിൽ വരുന്ന കുറച്ച് ഇത് ഇഷ്യൂസ് എന്ന് വേണമെങ്കിൽ മൊത്തമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ബട്ട് ദീസ് ആർ ദ കൈൻഡ് ഓഫ് സം സ്പീച്ച് ഡിസോർഡേഴ്സ് ആർ ദെയർ. ഓൾറൈറ്റ്, ഇപ്പൊ ചില സമയത്ത് ആളുകൾക്ക് ചില കാര്യങ്ങൾ ഉച്ചരിക്കാനും കൃത്യമായിട്ടുള്ള രീതിയിൽ മനസ്സിലാക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. ഇതൊക്കെ ഡീൽ ചെയ്യുന്നത് സൈക്കോ ലിംഗ്വിസ്റ്റിക്സിലാണ്. അഫേസിയ എന്ന് പറയുന്നത്, സപ്പോസ് നിങ്ങൾക്ക് ഒരു ബ്രെയിൻ ഡാമേജ് ഒക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ ഒരു ഭാഷാശേഷി ഇല്ലാതെയാവും, അല്ലെങ്കിൽ അതിന് കാര്യമായിട്ടുള്ള ക്ഷത സംഭവിക്കും. സോ ഇറ്റ് കൺട്രോൾസ് നമ്മുടെ ഒരു ബ്രെയിൻ ആടിന്റെ ഒക്കെ തന്നെയും എന്താ പറയാ ഇമ്പൾസസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തന്നെയും ട്രാൻസ്ഫർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു പെർട്ടിക്കുലർ സംഭവത്തെ പറ്റി സംസാരിക്കാനുള്ള ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയെടുക്കുന്ന ബ്രെയിൻ ആണ്. ആൻഡ് അപ്പൊ ആ ഒരു പാർട്ടിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഭാഷയുടെ മൊത്തമായിട്ടുള്ള ഫംഗ്ഷനിങ് അവിടെ ഇല്ലാതാവും. നിങ്ങൾക്ക് മിണ്ടാൻ പറ്റില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് മിണ്ടണം എന്ന് പറയുന്ന കാര്യങ്ങളെ പറ്റിയിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഓർഡേർഡ് ആയിട്ട് സംസാരിക്കാൻ പറ്റില്ല. ഇതൊക്കെ സംഭവിക്കാം. അഫേസിയ ലീവ്സ് എ പേഴ്സൺ അൺഏബിൾ ടു കമ്മ്യൂണിക്കേറ്റ് ഇഫക്റ്റീവ്ലി വിത്ത് അതേഴ്സ്. അപ്പോൾ ഒരു സ്പീച്ച് ഇമ്പയർമെന്റ് ആണ് അഫേസിയ എന്ന് പറയുന്നത്. പിന്നെ ഡിസ്ലെക്സിയ, ഒരു പക്ഷേ താരേ ജമീൻ പഴ് എന്ന് പറയുന്ന സിനിമയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഡിസ്ലെക്സിയ ഓർമ്മ ഉണ്ടാവും എന്ന് തോന്നുന്നു. ആൻഡ് എഴുതാനും വായിക്കാനൊക്കെ ആളുകൾക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടാണ് ബേസിക്കലി ഇത്. ഓക്കെ, ഐഡന്റിഫൈങ് സ്പീച്ച് സൗണ്ട്സ് ആൻഡ് ലേണിംഗ് ഹൗ ദേ റിലേറ്റ് ടു ലെറ്റേഴ്സ് ആൻഡ് വേർഡ്സ്. ചില ആളുകളുടെ എഴുത്തൊക്കെ തന്നെ വളരെയധികം ഇന്നെലിജിബിൾ ആയിട്ട് എന്താ പറയാ ഭയങ്കര ഇല്ലെജിബിൾ ആയിട്ടിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവാറുണ്ട്. ഓക്കെ, ഇറ്റ് സിംപ്ലി മീൻസ് അവർക്ക് ആ ഒരു സ്പീച്ച് ഡിസോർഡർ അല്ലെങ്കിൽ ലാംഗ്വേജ് ഡിസോർഡർ ഉള്ളത് കൊണ്ടാണ്, ലേണിംഗ് ഡിസോർഡർ കൂടിയാണ്. ആൻഡ് ഇറ്റ് റിക്വയർസ് അറ്റൻഷൻ. പിന്നെ ഉള്ളത് സ്റ്റട്ടറിങ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സംസാരിക്കാൻ കൃത്യമായിട്ട് ഉള്ള വാക്കുകളുടെ ഒരു അഭാവം, സംസാരിക്കാൻ അറിയാത്ത അവസ്ഥ. ഇനി വാക്കുകളുണ്ടെങ്കിലും പൂർണ്ണമായിട്ട് ഇത് പുറത്തേക്ക് വരില്ല. ചില സമയത്ത് വിക്ക് എന്ന് പറയുന്ന സ്റ്റാമറിങ് ഇവിടെയാണ് ഒരു സ്പീച്ച് ഡിസോർഡർ ആയിട്ട്, ഫ്ലുവൻസി ഡിസോർഡർ ആയിട്ട് ഇവിടെ ഫംഗ്ഷൻ ചെയ്യുന്നത്. സോ ദീസ് ആർ ഓൾ സംതിങ് റിലേറ്റഡ് വിത്ത് സൈക്കോലിംഗ്വിസ്റ്റിക്സ്. ഇനി നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ് അല്ലെങ്കിൽ ലാംഗ്വേജ് ലേണിംഗ് തിയറീസിലേക്ക് വരുന്നു. ഭാഷ എങ്ങനെ പഠിക്കാം അല്ലെങ്കിൽ പഠിപ്പിക്കാം എന്ന് പറയുന്നതാണ് ഇവിടെ നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ എപ്പോഴും കോട്ട് ചെയ്യുന്ന 2-3 തിയറികളിൽ ഒരെണ്ണം, ഒന്ന് ബിഹേവിയറിസ്റ്റ് തിയറിയാണ്. ഇത് ബി.എഫ്. സ്കിന്നറുടെ തിയറി പ്രകാരം പറയുന്നത് സെർട്ടൻ ബിഹേവിയേഴ്സിലൂടെയാണ് എന്ത് ചെയ്യുന്നത്. ഇപ്പൊ ഇമിറ്റേഷൻ പോലൊരു സംഭവം, അതായത് ഇപ്പോൾ അത് വളരെ കോമൺ ആയിട്ട് നമ്മൾ പറയുന്ന മാതാപിതാക്കളൊക്കെ കണ്ടിട്ട് അവരെങ്ങനെയാണ് ഭാഷ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ചുറ്റുമുള്ള ആളുകൾ എങ്ങനെ ഭാഷ ഉപയോഗിക്കുന്നു, അതൊരു ബിഹേവിയർ ആണല്ലോ. ഇപ്പോൾ നിങ്ങൾ വീട്ടിൽ നിന്ന് ഒരാൾ സംസാരിക്കുന്ന രീതി കേട്ടിട്ട്, ഇപ്പോൾ കുട്ടികളൊക്കെ ചില സമയത്ത് സ്കൂളിലൊക്കെ പോയിട്ട് നമുക്കറിയാം, ചില സമയത്ത് ദേ കം ബാക്ക് ഹോം
ലേണിംഗ് സം കഴ്സ് വേർഡ്സ്, ബാഡ് വേർഡ്സ് ആൻഡ് ഓൾ ദാറ്റ്. അപ്പൊ ഇതൊരു ബിഹേവിയറൽ പാറ്റേൺ ആണ്. കുട്ടിക്ക് അത് അറിഞ്ഞിട്ട് ചെയ്യുന്നതല്ല. ഇപ്പൊ കുട്ടി അന്നോളം കേട്ടിട്ടുള്ള ഒരു ചീത്ത വാക്ക് വിളിച്ചു പറയുന്നത് അതിന്റെ പൂർണ്ണമായിട്ടുള്ള അർത്ഥം മനസ്സിലാക്കിയിട്ടൊന്നുമല്ല, പക്ഷേ അതൊരു ഇമിറ്റേഷൻ പാറ്റേൺ ആണ്. ഓക്കെ, അതായത് അതൊരു കേട്ട ഒരു കാര്യം കുറച്ചും കൂടി സന്തോഷത്തോടുകൂടി വിളിച്ചു പറയുന്നു. അർത്ഥം അറിഞ്ഞിട്ടല്ല, യാതൊരു എന്താ പറയാ, അർത്ഥം അറിയണമെന്ന് നിർബന്ധമില്ല, പക്ഷേ ഇത് അതിന്റെ ഒരു സമാനമായിട്ടുള്ള രീതിയിലാണ് ലാംഗ്വേജ് ഫങ്ഷൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ലാംഗ്വേജിനെ നമ്മൾ അക്വയർ ചെയ്തെടുക്കുന്നത് എന്നുള്ളതാണ് സ്കിന്നറുടെ തിയറി. സോ children learn language directly from experiences with their environment. ഇനി കോഗ്നേറ്റീവ് ലാംഗ്വേജ്. അപ്പോൾ ഴാൻ പിയാഷെറ്റിന്റെ ഒരു തിയറിയാണ് ഇവിടെ വരുന്നത്. Children are born with very little cognitive abilities, meaning that they are not able to recognize and process very much information. ഇപ്പോൾ കുട്ടി പിറന്ന് വരുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു ഐഡിയ എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. സോ ദാറ്റ് യു അക്വയർ ഇറ്റ് ലേറ്റർ, കുറച്ചും കൂടി നിങ്ങൾ മെനക്കെട്ട് ഫംഗ്ഷൻ ചെയ്ത് എഫേർട്ട് എടുത്തിട്ട് സംഭവിക്കുന്ന ഒന്നാണ് ലാംഗ്വേജ് അക്വിസിഷൻ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇനി അക്കൾച്ചറേഷൻ എന്ന് പറഞ്ഞ മറ്റൊരു തിയറി പറയുന്നത് look at it, ജോൺ ഷുമാൻസ് അക്കൾച്ചറേഷൻ മോഡൽ, അതായത് ഈ L2 അല്ലെങ്കിൽ സെക്കൻഡ് ലാംഗ്വേജ് ലേണേഴ്സിന്റെ ഒരു പരിധിക്കപ്പുറം ഇവർക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു തിയറിയാണ്. ഓക്കെ, അതായത് നിങ്ങൾ ഇനിയിപ്പോൾ എത്ര തന്നെ മെനക്കെട്ട് കഴിഞ്ഞാലും there is a particular bar or a limit that has been set there. ഒരു പരിധി വരെ വേണമെങ്കിൽ നമുക്കിത് ശരിയാണെന്ന് തോന്നാം. അതായത് ഇപ്പോൾ if you look at it, നമ്മുടെ നാട്ടിൽ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു ഭാഷ രണ്ടാം ഭാഷയും മൂന്നാം ഭാഷയൊക്കെ ആയിട്ട് പഠിപ്പിക്കുന്ന വർഷങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ ഒരു 8 മുതൽ 10 വർഷം വരെയൊക്കെയാണ്. പക്ഷേ ഈ 10 വർഷങ്ങൾക്കുള്ളിൽ കുട്ടി ഓർ സ്റ്റുഡൻറ് കൃത്യമായിട്ട് അതിൻ്റെ അകത്ത് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോട്ട് എക്സാക്ട്ലി. വളരെ മിനിമൽ ആയിട്ട് മാത്രമാണ് ഒരു പക്ഷേ നമ്മുടെ ഒരു ഭാഷാ പഠനം നടക്കുന്നത്. സോ പ്രോബബ്ലി ദിസ് തിയറി suits that idea, and they do not progress beyond the early stages of linguistic acquisition with a target language because of social and psychological distance between the speaker's culture and the target culture. ആവാം, കൾച്ചറൽ ചേഞ്ചസ് നമുക്ക് പലപ്പോഴും മനസ്സിലാവാറില്ല, കൾച്ചറൽ എക്സ്പ്രഷൻസ് മനസ്സിലാവാത്തതിൻ്റെ ഒരു കാരണം യു ഡോണ്ട് ബിലോങ് ടു ദാറ്റ് കൾച്ചർ എന്നുള്ളത് കൂടി ആണ്. നേറ്റീവിസ്റ്റ് തിയറീസ്, ഒരു ഇന്നേറ്റ് ഗ്രാമർ നമ്മൾ ഓൾറെഡി ചോംസ്കിയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അതായത് എവറിബഡി ഈസ് ബോൺ വിത്ത് എ പെർട്ടിക്കുലർ സെറ്റ് ഓഫ് innate grammar of language. ചോംസ്കിയുടെ തന്നെയാണ്. ആൻഡ് ലാംഗ്വേജ് അക്വിസിഷൻ occurs as a natural part of the human experience. അത് ഒരു നിങ്ങൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ ഇടപെടുന്ന ഒരു സ്പേസിൽ സംഭവിക്കുന്ന ഒരു പ്രോസസ് ആണ് എന്ത് ഭാഷ അക്വയർ ചെയ്യുന്നത്. ഇനി ഇന്ററാക്ഷനിസ്റ്റ് തിയറി ബ്രൂണറുടെ, learners go from a tangible action oriented stage of learning to a symbolic abstract stage of learning. അപ്പോൾ ഈ തിയറി പ്രകാരം യു ക്യാൻ ലേൺ ന്യൂ തിങ്സ് അപ്പോൺ നോളജ് ദേ ആർ പ്രീവിയസ്ലി ലേൺഡ്. ഒരു പൈലിംഗ് അപ്പ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന ഒരു ഐഡിയ ആണ്. അപ്പൊ നിങ്ങൾ ഒന്നിന് പുറകെ ഒന്നായിട്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന ഒന്നായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ ബ്രൂണർ പറയുന്നത്. ആൻഡ് ഇനി ടീച്ചിങ് മെത്തഡോളജീസ്, ഭാഷ പഠിപ്പിച്ചെടുക്കേണ്ട കുറേ രീതികളുണ്ട്. ഇത് പഴയ കാലത്ത് ഉണ്ടായിരുന്ന ഒന്നാണ് ഗ്രാമർ ട്രാൻസ്ലേഷൻ. നമ്മൾ ഭാഷയൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ പറയുന്ന ഒന്ന്, ഇംഗ്ലീഷിന്റെ ഗ്രാമർ ആദ്യത്തെ കാലത്ത് ലാറ്റിനേറ്റ് ഗ്രാമർ ആയിരുന്നു. അതിനൊരു ഈ ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ പോലെയുള്ള കാര്യങ്ങളൊക്കെയും ലാറ്റിൻ ഗ്രാമറിന്റെ ഒരു കോൺട്രിബ്യൂഷൻ ആണ്. അപ്പൊ ഇവിടെ എന്ത് സംഭവിച്ചു, എസ്പെഷ്യലി 17th and 18th centuries ഗ്രീക്കും ലാറ്റിനും were taught following a system of translating and learning the grammatical rules of the language. അതുകൊണ്ടാണ് ഇന്ന് ഇപ്പോൾ നമ്മളൊക്കെ തന്നെയും ഭാഷ പഠിച്ചിട്ടുള്ളത് എഴുതി പഠിച്ചാണ് അല്ലെ. ബോർഡിൽ കുറെ കാര്യങ്ങൾ എഴുതുന്നു, അത് കുട്ടിയോട് പകർത്തി എഴുതാൻ പറയുന്നു. ആൻഡ് ഗ്രാമർ റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ ഗ്രാമറാണ് കൂടുതൽ പഠിക്കേണ്ടത്. നിങ്ങളുടെ ഭാഷ റൂൾസ് കൃത്യമായിട്ട് ഒരു റൂൾ ബുക്ക് ഫോളോ ചെയ്തിട്ട് പഠിക്കുന്നു എന്നുള്ള തരത്തിലാണ് ഭാഷ ആദ്യകാലങ്ങളിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. സോ ഇറ്റ് ഫോക്കസ് മെയിൻലി ഓൺ മെമ്മറൈസിങ് റൂൾസ് ആൻഡ് അപ്ലൈയിങ് ദം. പക്ഷേ അതൊരു അപ്ലിക്കേഷൻ ലെവലിൽ സംഭവിക്കുന്ന കാര്യമല്ല എന്നുള്ളതാണ് പ്രശ്നം. Now, direct method. So ഇതുമായിട്ട് വെച്ച് നോക്കുമ്പോൾ direct method was used until the 1920s. Communication as the main aim. അപ്പൊ നിങ്ങൾ ഭാഷ ഇനിയിപ്പോൾ റൂൾ വെച്ച് പഠിക്കുന്നു, ഇല്ലാതെ പഠിക്കുന്നു, എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും ഭാഷയുടെ പ്രാഥമിക ധർമ്മം എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഹാസ് ടു
കമ്മ്യൂണിക്കേറ്റ് വിത്ത് അതർ പീപ്പിൾ. അപ്പോൾ ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് നിങ്ങൾ അങ്ങനത്തെ ഒരു സ്പേസിലേക്ക് കൊണ്ടെത്തിക്കുന്നു, നിങ്ങൾക്ക് കുറച്ചും കൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നു എന്നുള്ള തരത്തിലാണ് ഭാഷ പഠിപ്പിക്കുന്നത്. So classes were carried out in English, which meant that students were able to gain familiarity with the language. അപ്പോൾ അവിടെ സ്ട്രെയിറ്റ് അവേ ഏത് ഭാഷയാണോ പഠിപ്പിക്കുന്നത് ആ ഭാഷയിൽ തന്നെ ക്ലാസ്സുകൾ നടക്കുന്നു. Now reading method, ഇതും നമുക്ക് കുറച്ചുകൂടി പരിചയമുള്ള ഒന്നാണ്. So the aim of this method was to teach the language through reading comprehension. കുറേ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്സ് ഒക്കെ തന്നെയും പലപ്പോഴും ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഈ ഒരു സ്റ്റൈലിലാണ്. നിങ്ങൾക്കൊരു പാസേജ് തരുന്നു, പാസേജിൽ നിന്ന് നിങ്ങൾ പെർട്ടിക്കുലർ കാര്യം പിക്ക് ഔട്ട് ചെയ്തെടുക്കുന്നു, നിങ്ങൾ പാസേജിന്റെ ഒരു ഫോമാറ്റ് നിങ്ങൾ കണ്ടുപിടിക്കുന്നു, ആൻഡ് ഒരു മൊത്തം ഒരു പെർട്ടിക്കുലർ വേർഡിന്റെ മീനിങ് അതുമായിട്ട് കണക്ട് ചെയ്യുന്നു. ഇതൊക്കെ തന്നെ റീഡിംഗ് മെത്തേഡിന്റെ ഭാഗമായിട്ട് നമുക്ക് കാണാവുന്നതാണ്. സോ ഡിഫറെന്റ് റീഡിംഗ് മെറ്റീരിയൽസ് സച്ച് ആസ് ഗ്രേഡഡ് റീഡേഴ്സ്, സ്മോൾ ടെക്സ്റ്റ് വർ യൂസ്ഡ്. വി നോ ഇറ്റ് ഓൾറെഡി. പിന്നീട് ബിഹേവിയറിസമാണ്. ഓക്കെ, അപ്പൊ ഇതില് നേരത്തെ നമ്മൾ സ്കിന്നറുടെ ഐഡിയ തന്നെയാണ് ഇതിനകത്തേക്ക് വരുന്നത്. സ്റ്റുഡൻസ് വിൽ ലേൺ ഇംഗ്ലീഷ് ഇൻ ദ സെയിം വേ ദേ ലേൺ ദയർ മദർ ടങ്. അപ്പൊ എങ്ങനെയാണ് നമ്മുടെ മാതൃഭാഷ പഠിച്ചിട്ടുള്ളത്? വി ലുക്ക്ഡ് അറ്റ് ദ our parents or the people who were surrounding us, നമ്മുടെ റിലേറ്റീവ്സ് ആവാം, നമ്മുടെ ബേസിക്കലി ആസ് ചിൽഡ്രൻ നമ്മളെക്കാളും കുറച്ചുകൂടി പ്രായമുള്ള മനുഷ്യരുമായിട്ട് നമ്മൾ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഐഡിയ ആണ് ഇവിടെ വരുന്നത്, റൈറ്റ്? സോ therefore students are not required to learn in a comprehensive way. അത്രയധികം നിങ്ങൾ മെനക്കെട്ട് വർക്ക് ചെയ്യുന്ന ഒന്നായിട്ട് ഇവിടെ ഫംഗ്ഷൻ ചെയ്യുന്നില്ല. And now ഇനി റീസൺ മെത്തേഡ്സിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ടോട്ടൽ ഫിസിക്കൽ റെസ്പോൺസ് എന്ന് പറയുന്ന ഐഡിയ വരുന്നുണ്ട്. അതായത് നിങ്ങളൊരു വിദ്യാർത്ഥി പൂർണ്ണമായിട്ടും ഭാഷയിലേക്ക് ഇൻവോൾവ് ചെയ്ത് ഒരു എന്റർടൈനിങ് മോഡിലേക്ക് ഭാഷ പഠിക്കുന്നു. സോ നേരത്തെ നമ്മൾ പറഞ്ഞ മെത്തേഡൊക്കെ നോക്കുമ്പോൾ ഫണ്ണിന്റെ ക്ലാസ് ആണ് ബേസിക്കലി ഉദ്ദേശിക്കുന്നത്. അപ്പൊ കുട്ടിക്ക് ഒരു ആക്ടിവിറ്റി കൊടുക്കുന്നു, ആക്ടിവിറ്റി കൊടുത്തിട്ട് കുട്ടിക്ക് ഇപ്പൊ വേണമെങ്കിൽ ഒരു സ്കിറ്റ് ഉണ്ടാക്കാനായിട്ട് പറയുന്നു. കുട്ടി ആ ഭാഷയിൽ ഫംഗ്ഷൻ ചെയ്യുന്നത് സ്കിറ്റിലൂടെയാണ്, through the conversations and all that. So that is total physical response. അപ്പോ എറേഴ്സ് ആർ അലൗഡ് ആൻഡ് അണ്ടർസ്റ്റുഡ് എന്ന് നമ്മൾ പറയുന്നു. ഇപ്പൊ കുട്ടി തെറ്റ് വരുത്തുന്നത് സ്വാഭാവികമാണ്, കുഴപ്പമില്ല, യു ആർ കറക്റ്റിംഗ് ഇറ്റ്, ആൻഡ് അടുത്ത തവണ ഒരുപക്ഷെ കുട്ടി തെറ്റ് വരുത്തില്ല. സോ ആസ് പാർട്ട് ഓഫ് ദ ലേണിംഗ് പ്രോസസ് പണിഷ്മെന്റ് അവിടെ ഇല്ലാതാവുന്നു. ഭാഷ കുറച്ചും കൂടി ഒരു രസകരമായിട്ടുള്ള പ്രോസസ് ആയിട്ട് ഇവിടെ സംഭവിക്കുന്നുണ്ട്. What about the next one? Communicative language teaching. അപ്പൊ ഇവിടെ ഏകദേശം 70 മുതൽ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ള ഒരു മെത്തേഡാണ്. ആൻഡ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേറ്റീവ് കോമ്പറ്റൻസ് നേരത്തെ പറഞ്ഞിട്ടുള്ള അതേ മെത്തേഡ് തന്നെയാണ്. ഇവിടെ ഭാഷ കുറച്ചും കൂടി കൈകാര്യം ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ്. കുറെ നിങ്ങൾ ഗ്രാമാറ്റിക്കൽ റൂൾസ് പഠിച്ചിട്ട് ഭാഷ പഠിക്കുക എന്നുള്ളതല്ല, മറിച്ച് ഹൗ യു ആർ ലേണിംഗ് ടു അപ്ലൈ ഇറ്റ് ഇൻ എ ഡെയിലി കോണ്ടെക്സ്റ്റ്. സോ ദിസ് ഇസ് അക്കംപ്ലിഷ്ഡ് വെൻ ദ സ്റ്റുഡൻസ് വർക്ക് ഓൺ ദ 4 ലാംഗ്വേജ് കോമ്പറ്റൻസസ്. അത് ഏതൊക്കെയാ? ലിംഗ്വിസ്റ്റിക്സ് ആയിട്ടുള്ളത്. ഓക്കെ, അതായത് ഭാഷ നിങ്ങൾ എഴുത്തും വായനയൊക്കെ ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റണം. പ്രാഗ്മാറ്റിക്, അതിന്റെ മീനിങ് റിലേറ്റഡ് ആയിട്ട് ഒരു കോണ്ടെക്സ്റ്റിൽ എങ്ങനെ ഭാഷ അപ്ലൈ ചെയ്യാം. പിന്നെ ഡിസ്കോഴ്സ് ആണ്. ആൻഡ് സ്ട്രാറ്റജിക്, ഭാഷ വെറും കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മാത്രം പോരാ, അതിന് അതിൻ്റെതായിട്ടുള്ള കുറച്ചും കൂടി ഫോമൽ ആയിട്ടുള്ള ഒരു പർപ്പസും കൂടി ഉണ്ട്. സോ ദേ ഓൾസോ വിൽ ബി ഡെൽറ്റ് ഹിയർ. ഇപ്പൊ ലേണർ ഈസ് പ്ലേസ്ഡ് അറ്റ് ദ സെന്റർ. ടീച്ചർ അല്ല ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ, മറിച്ച് കുട്ടിയാണ്. കുട്ടി ഭാഷ പഠിക്കുമ്പോൾ ഏതൊക്കെ തരത്തിൽ കുട്ടിക്ക് അത് ആവശ്യമുണ്ടോ, കുട്ടിക്ക് അതിനുള്ള കാര്യങ്ങളൊക്കെ ഫെസിലിറ്റേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. Now task based, പേര് പോലെ തന്നെയാണ്, you are given a lot of tasks in order to achieve the proper language skills. അപ്പോൾ ഒരു 80 മുതൽ ഇങ്ങോട്ട് വന്നിട്ടുള്ള ഒന്നാണ്. ആൻഡ് having students to deal real pedagogical tasks during the lessons. So it unifies the theory of the communicative method and of the social constructivism. So that's about today's webinar. നമ്മൾ എങ്ങനെ ഭാഷയുണ്ടായി, ഏതൊക്കെ തരത്തിൽ ഇത് ഡെവലപ്പ് ചെയ്തു, അതിൻ്റെ ലിംഗ്വിസ്റ്റിക്കൽ ആയിട്ടുള്ള ഐഡിയാസ് എങ്ങനെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, ഇതെങ്ങനെ പഠിച്ചെടുക്കുന്നു, അതിൻ്റെ ഒരു തിയറീസ് എങ്ങനെ വരുന്നു, ആൻഡ് ലിംഗ്വിസ്റ്റിക്സിന്റെ മറ്റ് ബ്രാഞ്ചസ്, പിന്നെ അതുപോലെ തന്നെ ലാംഗ്വേജ് ടീച്ചിങ് എങ്ങനെ ഫംഗ്ഷൻ ചെയ്യുന്നു, ലാംഗ്വേജ് അക്വിസിഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വെബിനാറിൽ കണ്ടിട്ടുള്ളത്. സോ വിൽ മീറ്റ് അഗെയിൻ ഫോർ another webinar in the coming day. So